ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോചിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ബലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. അപ്പോൾ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായം അവസാന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ, ഇതുവരെ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടെ വായിക്കാം അല്ലേ? പെട്ടെന്ന് വായിച്ചു പോവാം, 3 സ്പീഡിൽ വായിക്കാം. കാരണം ഇത്രയും ദിവസങ്ങൾ 3-4 ദിവസം വായിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും നല്ലതുപോലെ. ഓം കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പ്രദാസുതം, സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ, താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം, ദ്വൈപായനോ വിരഹകാതര ആജുഹാവ, പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ, തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം, കഥാമൃതരസാസ്വാദകുശലഃ ശൗനകോ ബ്രവീത്. ശൗനക ഉവാച അജ്ഞാനദ്വന്ദ്വവിദ്വംസകോടിസൂര്യസമപ്രഭ, സൂതാഖ്യാഹി കഥാസാരം മമ കർണരസായനം. ഭക്തിജ്ഞാനവിരാഗാപ്തവിവേകോ വർദ്ധതേ കഥം, മായാമോഹനിരാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലൗ പ്രാപ്തേ ജീവശ്ചാസുരതാം ഗതഃ, ക്ലേശാക്രാന്തസ്യ തസ്യൈവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം, കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാതുന. ചിന്താമണിർലോകസുഖം സുരേന്ദ്ര സ്വർഗസമ്പദം, പ്രയച്ഛതി ഗുരുഃ പ്രീതഃ വൈകുണ്ഠം യോഗി ദുർലഭം. സൂത ഉവാച പ്രീതിഃ ശൗനകചിത്തേ തേ യദോ വച്മി വിചാര്യ ച, സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം, ഭക്ത്യൗകവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം, തദഹം തേ വിദാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളമുഖഗ്രാസത്രാസനിർനാശഹേതവേ, ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലൗകീരേണ ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ, ജന്മാന്തരേ ഭവേത് പുണ്യം തദാ ഭാഗവതം ലഭേത. പരീക്ഷിതേ കഥാം വക്തും സഭായാം സംസ്ഥിതേഷു ഗേ, സുധാകുംഭം ഗൃഹീത്വൈവ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാ വദൻ സർവേ സ്വകാര്യകുശലാസുരാഃ, കഥാ സുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാതേ സുധാ രാജ്ഞാ പ്രപീയതാം, പ്രപാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ കുകാച ക്വ മണിർമഹാൻ, ബ്രഹ്മരാധോ വിചാര്യേതി തഥാ ദേവാൻ ജഹാസഃ. അഭക്താൻ താൻ ച വിജ്ഞായ ന ദദൗ സ കഥാമൃതം, ശ്രീമദ്ഭാഗവതീ വാർത്താസുരാണാമപി ദുർലഭ. രാജ്ഞോ മോക്ഷം തദാ വീക്ഷ്യ പുരാധാദാപി വിസ്മിതഃ, സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യജഃ. ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹത്, തദാ ഋഷിഗണാ സർവേ വിസ്മയം പരമം യയുഃ. മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം ക്ഷിതൗ, പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠബലദായകം. സപ്താഹശ്രവണേനൈവ സർവദാ മുക്തിദായകം, സനകാദ്യൈഃ പുരാ പ്രോക്തം നാരദായ ദയാപരൈഃ. യദ്യപി ബ്രഹ്മസംബന്ധാത് ശ്രുതമേതത് സുരർഷിണാ, സപ്താഹശ്രവണവിധിഃ കുമാരൈസ്തസ്യ ഭാഷിതഃ. ശൗനക ഉവാച ലോകവിഗ്രഹയുക്തസ്യ നാരദസ്യ അസ്ഥിരസ്യ ച, വിധിസ്രവേ കുതഃ പ്രീതിഃ സംയോഗ കുത്ര തൈഃ സഹ. സൂത ഉവാച അത്ര മേ കഥയിഷ്യാമി ഭക്തിപുഷ്ടകഥാനകം, സുഖേന മമ യത് പ്രോക്തം രഹശിഷ്യം വിചാര്യ ച. ഏകദാതു വിശാലായാം ചത്വാര ഋഷയോ മലാഃ, സത്സംഗാർത്ഥം സമായാതാ ദദൃശുസ്തത്ര നാരദം.
കുമാരാഊജുഹു കഥം ബ്രഹ്മൻ ദീനമുഖഃ കുതശ്ചിന്താപരോ ഭവാൻ ത്വരിതം ഗമ്യതേ കുത്ര കുതശ്ചാഗമനം തവ ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജനഃ തവേദം മുക്തസംഗസ്യ നോചിതം വദ കാരണം. നാരദ ഉവാച അഹം തു പൃഥിവീം യാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തദാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഏവമാദിഷു തീർത്ഥേഷു ഭ്രമമാണ ഇതസ്തതഃ നാപശ്യം കുത്രചിത് ശർമ്മ മനഃസന്തോഷകാരകം കലിനാധർമ്മമിത്രേണ ദരേയം ബാധിതാധുനാ സത്യം നാസ്തി തപശൗചം ദയാദാനം ന വിദ്യത്തെ ഉദരം പരിണോ ജീവാവരാഗൂഢഭാഷിണഃ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാഹ്യുപദ്രുതാഃ പാഖണ്ഡനിരതാ സന്തോ വിരക്താ സപരിഗ്രഹാഃ തരുണീ പ്രബുധാഗേഃ സ്യാലഘോ ബുദ്ധിദായകഃ കന്യായ വിക്രയോ ലോഭാത് ദമ്പതീനാം ച കൽക്കനം ആശ്രമായ വനൈരുദ്ധാഃ തീർത്ഥാനി സരിതസ്തദാ ദേവദായതനാന്യത്ര ദുഷ്ടൈർനഷ്ടാനി ഭൂരിശഃ ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സൽക്രിയോ നരഃ കലിതാവാനലേനാദ്യ സാധനം ഭസ്മതാം ഗതം അട്ടശൂലാ ജനപദാഃ ശിവശൂലാ ദ്വിജാദയഃ കാമിന്യക്കേശശൂലിന്യഃ സംഭവന്തി കലാവിഹ ഏവം പശ്യൻ കലൈർദോഷാൻ പര്യടന്നവനീമഹം യാമുനം തടമാപന്നോ യത്ര ലീലാഹരേരഭൂത് തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വരാഃ ഏകാദു തരുണീ തത്ര നിഷണ്ണാഖിന്നമാനസാ ദ്വൗ വൃദ്ധൗ പതിതൗ പാർശ്വേ നിശ്വസന്തൗ അചേതനൗ ശുശ്രൂഷന്തി പ്രബോധന്തി രുദന്തി ച തയോ പുരഃ ദശ ദിക്ഷു നിരീക്ഷന്തി രക്ഷിതാരം നിജം ബഭുഃ വീജ്യമാനാ ശതസ്ത്രീഭിഃ ബോധ്യമാനാ മുഹുർമുഹുഃ ദൃഷ്ട്വാ ദൂരാത് ഗതസോഹം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോത്തിതാ ബാലാ വിഹ്വലാ ച ബ്രവീദ് വചഃ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തദാ. നാരദ ഉവാച കാസി ത്വം കാവിമൗ ചേമാ നാര്യഃ കാ പത്മലോചനാഃ വദ ദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം. ബാലോവാച അഹം ഭക്തിരിധിഖ്യാതാ ഇമൗ മേ തനയൗ മതൗ ജ്ഞാനവൈരാഗ്യനാമാനൗ കാലയോഗേന ജർജരൗ ഗംഗാദ്യാ സരിതശ്ചേമാഃ മത്സേവാർത്തം സമാഗതാഃ തദാപി ന മമ ശ്രേയഃ സേവിതായാ സുരൈരപി. ഇദാനീം ശൃണുമദ്വാർത്താം സചിന്തസ്ത്വം തപോധന വാർത്താമേ വിതദാപ്യസ്തി താം ശ്രുത്വാ സുഗമാവഹ. ഉൽപ്പന്നാ ദ്രവിഡേ ചാഹം വൃദ്ധിം കർണാടകേ ഗദാ ക്വചിത് ക്വചിത് മഹാരാഷ്ട്രേ ഗുർജരേ ജീർണതാം ഗദാ തത്ര ഘോരകലേർയോഗാത് പാഖണ്ഡൈ ഖണ്ഡിതാംഗക ദുർബലാഹം ചിരം ജാതാ പുത്രാഭ്യാം സഹ മന്ദതാം. വൃന്ദാവനം പുനഃ പ്രാപ്യ നവീനേവ സ്വരൂപിണി ജാതാഹം യുവതി സമ്യക് പ്രേഷ്ടരൂപാതു സാമ്പ്രതം. ഇമൗ തു ശൈലൗത്ര സുതൗ മേ ക്ലിശ്യദശ്രമാത് ഇദം സ്ഥാനം പരിത്യജ്യ വിദേശം ഗമ്യത്തെ മയാ. ജരടത്വം സമായാതൗ തേന ദുഃഖേന ദുഃഖിതാ സാഹം തു തരുണീ കസ്മാത് സുതൗ വൃദ്ധൗ ഇമൗ കുതഃ. ത്രയാണാം സഹചാരിത്വാത് വൈപരീത്യം കുതസ്ഥിതം ഗഡതേ ജരടാ മാതാ തരുണൗ തനയൗ ഇതി. അധശ്രോചാമി ചാത്മാനം വിസ്മയാവിഷ്ടമാനസ വദ യോഗനിധേ ധീമൻ കാരണം ചാത്ര കിം ഭവേത്. നാരദ ഉവാച ജ്ഞാനേനാത്മനി പശ്യാമി സർവമേതത്തവാനഘേ ന വിഷാദസ്ത്വയാ കാര്യോ ഹരിഷ്യം തേ കരിഷ്യതി. സൂത ഉവാച ക്ഷണമാത്രേണ തജ്ഞാത്വാ വാക്യമൂചേ മുനീശ്വരഃ. നാരദ ഉവാച ശൃണുഷ്വാവഹിതാ ബാലേ യുഗോയം ദാരുണക്കലിഃ തേലലുപ്തഃ സദാചാരോ യോഗമാർഗസ്തഭാംസി ച. ജനാ അദ്യ അസുരായന്തേ ശാഠ്യദുഷ്കർമ്മകാരിണഃ ഇഹ സന്തോ വിഷീദന്തി പ്രഹൃഷ്യന്തി ഹ്യസാധവഃ. ദത്തേ ധൈര്യം തു യോ ധീമാൻ സധീര പണ്ഡിതോദവ.
അസ്പൃശ്യാനവലോക്യേയം ശേഷഭാരകരീധര വർഷേ വർഷേ ക്രമാജാത മംഗളം നാവിദൃശ്യത്തെ ന ത്വാമപി സുതൈ സാകം കോപി പശ്യതി സാമ്പ്രതം ഉപേക്ഷിതാനുരാഗാന്തൈഃ ജർജരത്വേന സംസ്ഥിതാ വൃന്ദാവനസ്യ സംയോഗാത് പുനസ്ത്വം തരുണീ നവ ധന്യം വൃന്ദാവനം തേന ഭക്തിർനൃത്യതി യത്ര ച അത്രേമൗ ഗ്രാഹകാഭാവാത് ന ജരാമപി മുഞ്ചതഃ കിംചിദാത്മസുഖേനേഹ പ്രസുപ്തിർമന്യതേ അനയോഃ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ഈ വായിച്ചത് വരെയാണ് ഇന്നലെ കണ്ടത്. നാരായണ. ഹരി ഓം. അപ്പോൾ ഈ വായിച്ച ഭാഗമൊക്കെ വായിക്കുമ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും, സംശയമില്ല. നാരദരും സനകാദികളും കൂടി കണ്ടുമുട്ടിയ സംഭവമാണ്. നാരദൻ്റെ വിഷമം കണ്ട് സനകാദികൾ ചോദ്യം ചെയ്തപ്പോൾ അതിന് മറുപടിയായിട്ട് നാരദൻ പറയുന്ന ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കലിയുഗത്തിൽ ഞാൻ ഭൂമിയിൽ ചെന്നപ്പോൾ എല്ലാ തീർത്ഥ സ്ഥാനങ്ങളിലും അലഞ്ഞു തിരിഞ്ഞിട്ടും എവിടെയും സുഖം കണ്ടില്ല. ആകെ കലിയുടെ ദോഷങ്ങളെല്ലാം ഭൂമിയിൽ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ സഞ്ചരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു അത്ഭുത ദൃശ്യം ഞാൻ കണ്ടു, ഒരാശ്ചര്യം കണ്ടു. ഒരു തരുണി തൻ്റെ രണ്ട് വശത്തും വീണുകിടക്കുന്ന രണ്ട് വൃദ്ധന്മാരെ ഉണർത്താൻ ശ്രമിക്കുന്നതും വിലപിക്കുന്നതുമായിട്ടുള്ളൊരു രംഗം. അവളുടെ ചുറ്റും 100ഓളം സ്ത്രീകൾ നിന്ന് അവളെ ഉപചരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അവൾക്ക് സന്തോഷമാകുന്നില്ല. ഞാൻ ആശ്ചര്യത്തോടെ അവിടെ ചെന്ന് അവളോട് ചോദിച്ചു, നീ ആരാണ്? ഈ സ്ത്രീകളെല്ലാം ആരാണ്? നിന്റെ കഥയെല്ലാം നീ വിസ്തരിച്ച് പറഞ്ഞു തരൂ, നിന്റെ ദുഃഖ കാരണം പറഞ്ഞു തരൂ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് ആ കന്യക എന്നോട് പറഞ്ഞു, ഞാൻ ഭക്തി എന്ന ഖ്യാതയാണ്. ഇത് രണ്ടും എൻ്റെ പുത്രന്മാരാണ്. ജ്ഞാനവൈരാഗ്യങ്ങളാണ് ഇവരുടെ പേരുകൾ. കലിയുഗത്തിൻ്റെ ബാധ കൊണ്ട് ഇവർക്ക് ജീർണത ബാധിച്ചിരിക്കുന്നു. ഈ എന്നെ സേവിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകൾ ഗംഗാദി തീർത്ഥ നദികളാണ്. എന്നിട്ടും എനിക്ക് സുഖം ലഭിക്കുന്നില്ല. എൻ്റെ കഥ വിസ്തരിച്ച് പറയാം, അല്ലെങ്കിൽ കുറേ ഉണ്ട്, ഞാനതിൽ കുറേ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദ്രവിഡദേശത്ത് ഉൽപ്പന്നയായി. കർണാടകയിൽ ഞാൻ വൃദ്ധിയെ പ്രാപിച്ചു. മഹാരാഷ്ട്രയിലും ഞാൻ പോഷിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഗുജറാത്തിലെത്തിയപ്പോൾ ഞാൻ ജീർണതയെ പ്രാപിച്ചു. ആ കലിയുടെ ബാധ കൊണ്ട് എന്നെ പാഗണ്ഡന്മാരായിട്ടുള്ള പ്രാകൃതന്മാരായിട്ടുള്ള ആളുകൾ വികലാംഗയാക്കി തീർത്തു, ദുർബലയാക്കി തീർത്തു. എൻ്റെ പുത്രന്മാരും ഞാനും മന്ദതയെ പ്രാപിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതാ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ഈ വൃന്ദാവനത്തിൻ്റെ ആ ഒരു സാമീപ്യം കൊണ്ട് എനിക്ക് മാത്രം യൗവനം തിരിച്ചു കിട്ടി, എൻ്റെ സൗന്ദര്യമെല്ലാം തിരിച്ചു കിട്ടി. പക്ഷേ ഇതാ എൻ്റെ പുത്രന്മാർ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ കിടന്നു. അവരുടെ ക്ലേശം കൊണ്ട് അവർ ക്ഷീണിതരായി അവിടെ കിടന്നു. ഞാൻ ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവർ എണീക്കാൻ തയ്യാറില്ല, അവർക്ക് എണീക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഇവിടെ എൻ്റെ സംശയം, ഞങ്ങൾ മൂന്നാളും ഒന്നിച്ച് സഞ്ചരിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് എനിക്ക് യൗവനം തിരിച്ചു കിട്ടി, ഇവർക്ക് മാത്രം വാർദ്ധക്യം വന്നു ചേർന്നു? അമ്മ വൃദ്ധയാവുക, മക്കൾ യൗവനയുക്തരാവുക എന്നുള്ളതല്ലേ മര്യാദ. അതുകൊണ്ടാണ് ഞാൻ ആശ്ചര്യത്തോടുകൂടി വിഷമിച്ചിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കാരണം അങ്ങ് പറഞ്ഞു തരൂ എന്ന് നാരദനോട് ചോദിക്കുന്നു. നാരദൻ അല്പനേരം ചിന്തിച്ച ശേഷം മറുപടി കൊടുക്കുന്നു, നീ വിഷമിക്കേണ്ട, ഭഗവാൻ നിനക്ക് എല്ലാ മംഗളവും ചെയ്യും എന്ന് പറഞ്ഞ് ആലോചിച്ച് മറുപടി ക്ഷണനേരം കൊണ്ട് മറുപടി പറഞ്ഞു. ഹേ ബാലേ, ഇതിപ്പോ കലിയുഗം ആരംഭിച്ചിരിക്കുകയാണ്, ദാരുണമായ കലിയാണിത്. അതുകൊണ്ട് സദാചാരവും യോഗമാർഗങ്ങളും തപസ്സുകളും എല്ലാം നശിച്ചു പോയിരിക്കുന്നു. ജനങ്ങളൊക്കെ ഇന്ന് അസുരപ്രായന്മാരായിരിക്കുന്നു.
അവർ ദുഷ്ടകർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരായി തീർന്നിരിക്കുന്നു. ഈ ഇന്ന് കാലത്ത് സജ്ജനങ്ങൾ വിഷമിക്കുന്നു, ദുഷ്ടജനങ്ങൾക്ക് സന്തോഷകാലമാണ്. എന്നാൽ ഈ പ്രതികൂല സാഹചര്യത്തിലും ആരാണോ ധൈര്യം അവലംബിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് യഥാർത്ഥ ധീരൻ, അവനാണ് പണ്ഡിതൻ. ഈ ഭൂമിയാകട്ടെ അസ്പൃശ്യയും അനവലോക്യയുമായിരിക്കുന്നു. കാണാൻ കൊള്ളില്ല, തൊടാൻ കൊള്ളില്ല. ആദിശേഷ ഭഗവാന് ഭാരമായി തീർന്നിരിക്കുന്നു ഈ ഭൂമി. ഓരോ വർഷം കഴിയുമ്പോഴും അമംഗളം വർദ്ധിച്ചു വരികയാണ്, ഒരിടത്തും മംഗളം കാണാനില്ല. നിന്നെയും നിന്റെ മക്കളെയും ആരും പരിഗണിക്കുന്നേയില്ല. അവർ വിഷയ ലംബടന്മാരായി, അനുരാഗ അന്ധന്മാരായി നിന്നെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജീർണത വന്നു ചേർന്നത്. പക്ഷേ വൃന്ദാവനത്തിൽ വന്നപ്പോൾ നിനക്ക് മാത്രം യൗവനം കിട്ടിയത് വൃന്ദാവനം അതിധന്യമായിട്ടുള്ള ഒരു ഭക്തിയുടെ സ്ഥാനമാണ്, ഭക്തി നൃത്തം ചെയ്യുന്ന സ്ഥാനമാണ്. അതുകൊണ്ടാണ് നിനക്ക് മാത്രം യൗവനം തിരിച്ചു കിട്ടിയത്. ഇവിടെയും നിന്റെ പുത്രന്മാരെ ഗ്രഹിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവരുടെ ജീർണതയെ വെടിയുന്നില്ല, വാർദ്ധക്യത്തെ വെടിയുന്നില്ല. ഇപ്പം അവർക്ക് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു ആത്മസുഖം കിട്ടി, അതുകൊണ്ടാണ് ഇവിടെ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. അത്ര ഇമൗ ഗ്രാഹകാഭാവാത് ന ജരാമഭിമുഞ്ചതഃ കിംചിത് ആത്മസുഖേനേഹ പ്രസുപ്തിർ മന്യത്തെ അനയോഹോ. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. തുടർന്ന് ഭക്തി ചില സംശയങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് ഈ നാരദ മഹർഷിയുടെ മുമ്പിൽ. പിന്നെയും ശ്രീഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞ സ്ഥാപിതോ ഹി അശുചി കലിഹി പ്രവൃത്തേതു കലൗ സർവസാര കുത്രഗതോ മഹാൻ. ശ്രീഭക്തിരുവാച കഥം പരീക്ഷിതാ രാജ്ഞ സ്ഥാപിതോ ഹി അശുചി കലിഹി പ്രവൃത്തേതു കലൗ സർവസാര കുത്രഗതോ മഹാൻ. ഇപ്പോ ഭക്തിദേവി നാരദനോട് ചോദിക്കുകയാണ്, പണ്ട് പരീക്ഷിത്ത് രാജാവ് ദിഗ്വിജയം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം എല്ലാ ദുഷ്ടന്മാരെയും അടിച്ചമർത്തി ലോകത്ത് ധർമ്മം പരിപാലിച്ചുകൊണ്ട് രാജ്യഭാരം ചെയ്ത ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. അപ്പം അദ്ദേഹം ദിഗ്വിജയം നടത്തുമ്പോൾ വഴിയിൽ വെച്ച് കലിയെ കണ്ടുമുട്ടി, കലിയെ അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് ഭക്തിദേവി. എന്തുകൊണ്ടാണ് അന്ന് പരീക്ഷിത്ത് രാജാവ് ആ കലിയെ നേരിൽ കണ്ടുമുട്ടിയിട്ടും കൊല്ലാതെ വിട്ടുകളഞ്ഞത്, പൂർണ്ണമായി നശിപ്പിക്കാതെ അവൻ അഭയം കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ കലിക്ക് അഭയം കൊടുക്കുന്ന കഥയൊക്കെ നമ്മളിനി ഈ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും ഒക്കെ കാണാം. 17-ാം അധ്യായത്തിൽ വരുന്നു അദ്ദേഹത്തിൻ്റെ ദിഗ്വിജയം. പരീക്ഷിത്ത് രാജാവിൻ്റെ ദിഗ്വിജയം വരുന്നത് 17-ാമത്തെ അധ്യായത്തിൽ തന്നെയാണ്. 17-ഉം 18-ലേക്കും വ്യാപിച്ചു വരും. അപ്പോൾ അവിടെയാണ് കലിയെ കണ്ടുമുട്ടുന്നത്. അതവിടെ വിസ്തരിച്ച് കാണാം നമുക്ക്. ഇവിടെ നമ്മൾ അതിൻ്റെ സൂചനകൾ മതി. അപ്പോൾ പരീക്ഷിതാ രാജ്ഞ അശുചിഹി കലിഹി കഥം സ്ഥാപിത. പരീക്ഷിത്ത് രാജാവിനാൽ, പരീക്ഷിതാ രാജ്ഞ, രാജ്ഞാ പരീക്ഷിത, രാജാവാകുന്ന പരീക്ഷിത്തിനാൽ അശുചിഹി കലിഹി, അശുചിയായ അമംഗളനായ മലിനരൂപനായ ഈ കലി കഥം സ്ഥാപിത, എങ്ങനെ നിലനിർത്തപ്പെട്ടു? എന്തിനാണ് അയാളെ നിലനിർത്തിയത്? എന്ത് കാരണം കൊണ്ടാണ്? അയാളെ കൊന്നുകളയാമായിരുന്നില്ലേ എന്നാണ് ഭക്തിയുടെ സംശയം. അങ്ങനൊരു അവസരം ഉണ്ടായിട്ടും അതിനുള്ള ശക്തി ഉണ്ടായിട്ടും കലിയെ വെച്ചതെന്തിനാണ്, ബാക്കി വെച്ചതെന്തിനാണ്? അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്യേണ്ടതായിരുന്നില്ലേ? ഇതാണ് ചോദ്യകാരൻ. അപ്പോൾ അശുചിഹി കലിഹി കഥം സ്ഥാപിത പരീക്ഷിത രാജ്ഞ. അതുമാത്രമല്ല പിന്നൊരു ചോദ്യം കൂടി ഒപ്പം ചോദിച്ചു. കലൗ പ്രവൃത്തേതു മഹാൻ സർവസാരഃ കുത്രഗതഃ. ഈ കലിയുഗം പ്രവൃത്തമായപ്പോൾ, കലി പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ മഹാൻ സർവസാരഃ കുത്രഗതഃ, മഹത്തായ സർവസാരം എന്ന് പറഞ്ഞാൽ, സർവസാരം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനകളുടെയും എസൻസ്, തത്വം, എല്ലാറ്റിൻ്റെയും കണ്ടന്റ് എന്നൊക്കെ പറയാം. എല്ലാ സാധനാമാർഗങ്ങളുടെയും സാരമായിരിക്കുന്ന വസ്തു കുത്രഗതഃ എവിടെ പോയി?
എല്ലാം പോകാൻ കാരണം എന്താണ് എന്ന് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിച്ചു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, പരീക്ഷിത്ത് രാജാവ് കലിയെ നിഗ്രഹിക്കാൻ അവസരം കിട്ടിയിട്ടും ശക്തി ഉണ്ടായിട്ടും എന്തുകൊണ്ട് കലിക്ക് അഭയം കൊടുത്തു? ഇനി കലിയുഗം ബാധിച്ചപ്പോൾ ഈ സാധനകളുടെയൊക്കെ ശക്തി എങ്ങനെ ചോർന്നുപോയി? തപസ്, ദാനം, യജ്ഞം, വ്രതം ഇങ്ങനെയുള്ള സാധനാമാർഗങ്ങളുടെയൊക്കെ ശക്തി എങ്ങനെയാണ് ചോർന്നുപോയത്? അതൊന്നും ഫലമില്ലാതെയായി തുടങ്ങിയത് എങ്ങനെയാണ്? ഇതാണ് രണ്ട് ചോദ്യങ്ങൾ. വീണ്ടും, കരുണാപരേണ ഹരിണാപി അധർമ്മഃ കഥം ഈക്ഷ്യത്തെ ഇമം മേ സംശയം ചിന്തി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. കരുണാപരേണ ഹരിണാ അപി അധർമ്മഃ കഥം ഈക്ഷ്യത്തെ. കരുണാപരനായിരിക്കുന്ന ഹരിണാ അപി, ഹരിണാപി എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനാൽ, ഭഗവാനാൽ, ദയാപരനായിട്ടുള്ള ശ്രീഹരി ഭഗവാൻ കൂടെ അധർമ്മഃ കഥം ഈക്ഷ്യത്തെ, ഈ അധർമ്മതൽപരനായിട്ടുള്ള എന്താ പറയുക, കലിയെ എങ്ങനെയാ സഹിക്കുന്നത്, എങ്ങനെയാ നോക്കി നിൽക്കുന്നത്, കലിയെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് അധർമ്മം സഹിക്കില്ലല്ലോ ഭഗവാന്. അപ്പോൾ ഭഗവാനും എന്താ ഈ കലിയെ ബാക്കി വെച്ചിരിക്കുന്നത്? ഈ കലികാലത്ത് കൊന്നുകളയായിരുന്നില്ലേ ഭഗവാനും എന്നാണ്. ഇപ്പോൾ പരീക്ഷിത്ത് രാജാവ് അഭയം കൊടുത്തു, ഭഗവാനും കലിയെ വിട്ടുവിട്ടിരിക്കുന്നു. എന്താ ഇത്? ദുഷ്ടന്മാരെ വളരാൻ വിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇമം മേ സംശയം ചിന്തി, മേ ഇമം സംശയം ചിന്തി, എൻ്റെ ഈ സംശയത്തെ ഛേദിച്ചു തന്നാലും. ത്വദ്വാച സുഖിതാ അസ്മി അഹം. ത്വദ്വാച, അങ്ങയുടെ വാക്കുകളെ കേട്ട്, അങ്ങയുടെ വാക്കുകൊണ്ട്, അഹം സുഖിതാ അസ്മി, ഞാൻ സുഖിയായി ഭവിക്കും. അങ്ങ് വായ തുറന്നാൽ എനിക്ക് സുഖമാണ്. അങ്ങ് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. എനിക്ക് ഹൃദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ആശ്വാസം നൽകുന്ന വാക്കുകളാണ് അങ്ങ് പറയുന്നത്. അതുകൊണ്ട് അങ്ങ് എന്നെ ആശ്വസിപ്പിക്കണം, എൻ്റെ സംശയവും ഛേദിച്ചു തരണം. അപ്പോൾ 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. പരീക്ഷിത്ത് രാജാവ് തൻ്റെ ദിഗ്വിജയകാലത്ത് ആ കലിയെ അശുചിയായിട്ടും എന്തിനാ ബാക്കി വെച്ചത്? കൊന്നുകളയായിരുന്നില്ലേ? പിന്നെ കലി ആരംഭിച്ചതായിട്ടുള്ള കാലത്ത് എങ്ങനെയാണ് ഈ സാധനങ്ങളുടെയൊക്കെ ശക്തി ക്ഷയിച്ചു പോയത്? സർവത്തിൻ്റെയും സാരം എങ്ങനെ നഷ്ടപ്പെട്ടു? 3ാമത്തെ ചോദ്യം, കരുണാമൂർത്തിയായ ഭഗവാൻ ഹരി പോലും എന്തുകൊണ്ടാണ് അധർമ്മമൂർത്തിയായ കലിയെ എങ്ങനെയാ നോക്കിക്കാണുന്നത്? എന്താ അദ്ദേഹവും വന്ന് ഇടപെടാതെ ദശിപ്പിക്കാത്തത്? ഈ സംശയത്തെ തീർത്തു തരണം എന്ന് 3 ചോദ്യങ്ങളാണ്. ശ്രീഭക്തിരുവാച കഥം പരീക്ഷിതാരാജ്ഞാ സ്ഥാപിതോ ഹി അശുചിക്കലി പ്രവൃത്തേ തു കലൗ സർവസാര കുത്രഗതോ മഹാൻ കരുണാപരേണ ഹരിണാപി അധർമ്മ കഥമീക്ഷ്യത്തെ ഇമം മേ സംശയം ചിന്തി ത്വദ്വാചാ സുഖിതാസ്മ്യഹം. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. നാരദ ഉവാച യദി പൃഷ്ടസ്ത്വയാ ബാലേ പ്രേമദ ശ്രവണം കുരു സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മലം തേ ഗമിഷ്യതി. നാരദൻ ഭക്തിദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് മറുപടി പറയുന്നു. നാരദ ഉവാച, നാരദൻ പറഞ്ഞു, യദി പൃഷ്ടഃ ത്വയാ ബാലേ, ഹേ ബാലേ, ത്വയാ പൃഷ്ടഃ യദി, നിന്നാൽ ചോദിക്കപ്പെട്ടു എങ്കിൽ, നീ ചോദിച്ചതുകൊണ്ട് എന്നർത്ഥം, നീ ചോദിച്ചതുകൊണ്ട് ഞാൻ മറുപടി പറയാം. പ്രേമദഃ ശ്രവണം കുരു, നീ വളരെ പ്രേമപൂർവമായിട്ട് ശ്രദ്ധയോടുകൂടെ ശ്രവിച്ചാലും, എന്നോട് മത്സരബുദ്ധിയില്ലാതെ ഞാൻ പറയുന്നത് ഭക്തിയോടുകൂടി കേട്ടോളൂ, ശ്രദ്ധയോടുകൂടി കേട്ടോളൂ. നീ ചോദിച്ചതുകൊണ്ട് പറയുകയാണ്. പ്രേമതഃ, പ്രേമപൂർവം, ശ്രവണം കുരു, ശ്രവണത്തെ ചെയ്യൂ. സർവം വക്ഷ്യാമി തേ ഭദ്രേ, ഹേ ഭദ്രേ മംഗളശീലേ, തേ സർവം വക്ഷ്യാമി, നിന്റെ ചോദ്യത്തിനൊക്കെ ഞാൻ മുഴുവൻ ഉത്തരവും പറയാം, കാര്യകാരണ സഹിതം പറയാം. തേ കശ്മലം ഗമിഷ്യതി, അതുകൊണ്ട് നിന്റെ കശ്മലം, നിന്റെ ഉള്ളിലുള്ള ആ ഒരു അസ്വസ്ഥത, നിന്റെ മനോമൗഢ്യം, നിന്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ദുഃഖം,
അതൊക്കെ ഗമിഷ്യതി പോകും. അപ്പം നിന്റെ വിഷമമൊക്കെ മാറിക്കിട്ടും. ഞാൻ നിനക്ക് ചോദിച്ചതിനൊക്കെ മറുപടി പറയാം. നീ ശ്രദ്ധയോടെ കേട്ടോളൂ കേട്ടോ, പ്രേമത്തോടുകൂടി കേൾക്കൂ. നീ ചോദിച്ചത് കൊണ്ട് പറയുകയാണ് എന്ന് ആമുഖം പറഞ്ഞ് ഭഗവാൻ നാരദ മഹർഷി മറുപടി ആരംഭിക്കുന്നു. യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാദ് കലിരായാതഃ സർവസാധനബാധകഃ. യഥാ മുകുന്ദോ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ തദ്ദിനാദ് കലിരായാതഃ സർവസാധനബാധകഃ. യഥാ ഭഗവാൻ മുകുന്ദഃ, ഭഗവാനായ മുകുന്ദൻ ശ്രീകൃഷ്ണ അവതാരം എടുത്തിരുന്നു അല്ലേ? ആ ഭഗവാൻ ക്ഷ്മാം ത്യക്ത്വാ സ്വപദം ഗതഃ. ക്ഷ്മാം എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നാൽ ക്ഷമ, ഭൂമി. ഭൂമിയെ ഉപേക്ഷിച്ച് തൻ്റെ ശരീരത്തെ വെടിഞ്ഞുകൊണ്ട് സ്വപദം ഗതഃ, വൈകുണ്ഠ ധാമത്തിലേക്ക് മടങ്ങിയത്. അപ്പോൾ എപ്പോഴാണോ തൻ്റെ അവതാരമൂർത്തിയെ ശ്രീകൃഷ്ണ ശരീരത്തെ വെടിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകത്തു നിന്ന് തൻ്റെ വന്നിടത്തേക്ക്, തൻ്റെ ധാമത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോയത്, സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയത് എപ്പോഴാണോ തദ്ദിനാദ്, ആ ദിവസം മുതൽക്ക്, ഫ്രം ദ സെയിം ഡേറ്റ്, കലിഹി ആയാതഃ, കലി ആഗതനായി, കലി വന്നു ചേർന്നു. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാരമൂർത്തിയെ ഉപേക്ഷിച്ച ആ ദിവസം മുതൽക്കാണ് കലിയുഗ ആരംഭം. അതുവരയ്ക്ക് ദ്വാപരയുഗത്തിൻ്റെ അവസാനമായിരുന്നു. ഭഗവാൻ ദേഹത്യാഗം ചെയ്തതോടുകൂടി ഭൂമിയിൽ കലി ആരംഭിച്ചു. സർവസാധനബാധക. ഈ കലിയുടെ സ്വഭാവം എന്താണ്? സർവസാധനബാധക, സകല സാധനകളെയും നശിപ്പിക്കുന്നവനാണ്. എല്ലാ ആധ്യാത്മിക പന്ഥാവിനെയും ദുഷിപ്പിക്കുന്നവനാണ്. എല്ലാറ്റിലും കളങ്കമുണ്ടാക്കുന്നവനാണ്, കാപട്യമുണ്ടാക്കുന്നവനാണ്, മാലിന്യം കലർത്തുന്നവനാണ്. അതാണ് ഈ കലിയുടെ സ്വഭാവം. അപ്പോൾ ഭഗവാൻ തൻ്റെ അവതാരമൂർത്തിയെ ഉപേക്ഷിച്ച് ഭൂമിയെ വെടിഞ്ഞു പോയപ്പോൾ ഭൂമിയിലേക്ക് കലിയുഗം ആരംഭിച്ചു, കലി അവതരിച്ചു. അപ്പോൾ ഭഗവാൻ പോയപ്പോഴാണ് കലി ഇറങ്ങി വന്നത് എന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ നിന്ന് ഭഗവാൻ പോകുന്നത് ആ നിമിഷം നമ്മുടെ മനസ്സിൽ കലി ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ കലി ബാധിക്കാതിരിക്കാനാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്? ഭഗവത് സ്മരണയോടുകൂടി ഇരിക്കേണ്ടത്. ഭഗവത് സ്മരണയുള്ളവരുടെ മനസ്സിൽ കലി ബാധിക്കില്ല. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവരൊക്കെ എന്തൊക്കെ ദ്രോഹം ചെയ്താലും അവരോട് ക്ഷമിക്കാൻ കഴിയും. പ്രതികാരം ചെയ്യാനും അതുപോലെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്ത് സ്വയം നശിക്കാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനും സാധിക്കില്ല. ആർക്ക്? ഒരു ഭഗവത് ഭക്തന്. ഭഗവത് ഭക്തൻ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാം ക്ഷമിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന എന്ത് പാതകങ്ങളാണെങ്കിലും ഒക്കെ നിസ്സാരമായി കരുതി എല്ലാം ഭഗവാന് വിട്ടുകൊടുത്ത് ഒക്കെ ഭഗവാൻ നോക്കിക്കോട്ടെ എന്ന് പ്രതികാരം ചെയ്യാതിരിക്കും. അതാണ് എന്താ പറയുക, യഥാർത്ഥ ഭക്തന്മാരുടെ ലക്ഷണം. അപ്പോൾ അവരുടെ ഉള്ളിൽ കലി ബാധിക്കില്ല. എല്ലാറ്റിലും ഭഗവാനെ കാണും. അവർ എന്ത് ചിന്തിക്കുമ്പോഴും ഭഗവത് സ്മരണ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത ചിന്തയൊന്നും വരില്ല എന്നർത്ഥം. ജാഗ്രതയുണ്ടാവും അവർക്ക്. അപ്പം അതുപോലെയാണ് ഭൂമിയാകുന്ന ശരീരത്തിൽ നിന്ന് ഭഗവാൻ പോയപ്പോൾ ഇവിടെ കലി ബാധിച്ചു എന്നർത്ഥം. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞ ദീനവത്സരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗൈവ സാരബുക്ക്. ദൃഷ്ടോ ദിഗ്വിജയേ രാജ്ഞ ദീനവത്സരണം ഗതഃ ന മയാ മാരണീയോയം സാരംഗൈവ സാരബുക്ക്. ഇപ്പോൾ രാജ്ഞാ ദിഗ്വിജയേ ദൃഷ്ട. ഈ പരീക്ഷിത് രാജാവ് ദിഗ്വിജയം നടത്തുന്ന കാലത്ത് വഴിയിൽ വെച്ച് ഈ കലിയെ കണ്ടുമുട്ടി. ഒരു പുരുഷാകാരത്തിൽ ഒരു കുതിരപ്പുറത്ത് വാളും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവിൻ്റെ വേഷത്തിലുള്ള ഒരു ദുഷ്ടനെ, ഒരു ശൂദ്രപ്രായനെ. രാജവേഷമാണെങ്കിലും അയാളൊരു വൃഷളനാണ്, ഒരു ശൂദ്രനാണ് എന്ന് തോന്നും.
രാജാവിൻ്റെ വേഷമുണ്ട്, കുതിരപ്പുറത്തിരിക്കുന്നുണ്ട്, വാളും പിടിച്ചിട്ടുണ്ട്. എന്താ ചെയ്യണ്ടായിരുന്നു? ഒരു കാളയുടെ 3 കാലുകൾ ഛേദിച്ചു കഴിഞ്ഞു, 4-മത്തതും ഛേദിക്കാൻ നിൽക്കുകയാണ്. അടുത്ത് തന്നെ ഒരു പശു കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു രംഗമാണ് പരീക്ഷത്ത് രാജാവ് കണ്ടത്, അല്ലേ? ആ കാള എന്തായിരുന്നു? അത് പ്രഥമസ്കന്ധത്തിൽ കാണും. ധർമ്മം തന്നെയാണ്. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളാണ് സത്യം, അഹിംസ, ശൗചം, തപസ്. അപ്പം അതിൽ സത്യമൊഴികെയുള്ള ബാക്കി 3 പാദങ്ങളും നേരത്തെ തന്നെ മുറിഞ്ഞു പോയി 3 യുഗങ്ങളിൽ. ഇപ്പൊ കലി ആരംഭിച്ചപ്പോൾ 4-മത്തെ പാദവും സത്യം എന്ന പാദത്തെയും നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് ഈ കലി എന്ന പുരുഷൻ. വാളുമായിട്ട് ഈ കാളയെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. ആ കാളയും അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പശു ഭൂമിദേവിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംവാദം ഈ പരീക്ഷത്ത് രാജാവ് കേൾക്കുന്നുണ്ട്. അവിടെയാണ് അദ്ദേഹം എത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഈ പശുവിനെയും കാളയെയും ഉപദ്രവിക്കുന്ന കലിപുരുഷനെ നിഗ്രഹിക്കാനായിട്ട് വാളോങ്ങിക്കൊണ്ട് ഒരുമ്പെട്ടതായിട്ടുള്ള സമയത്ത് ആ കലിപുരുഷൻ പരീക്ഷത്തിൻ്റെ കാൽക്കൽ വീണുകൊണ്ട് അപേക്ഷിച്ചു, അങ്ങ് സർവശക്തനാണ്, പാണ്ഡവന്മാരുടെ പൗത്രനാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആളാണ്. തീർച്ചയായിട്ടും അങ്ങേക്ക് വിധേയനാകുന്നു ഞാൻ. അങ്ങയുടെ മുമ്പിലിതാ കീഴടങ്ങിയിരിക്കുന്നു. പക്ഷേ അപ്പോൾ കലിയോട് പറഞ്ഞു, മര്യാദയ്ക്ക് നീ സ്ഥലം വിട്ടോ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും, എൻ്റെ രാജ്യത്ത് നിന്നെ കണ്ടുപോകരുത് എന്ന് പറയും. അപ്പോഴാണ് കലി ചോദിക്കുക, ഈ ഭൂമി മുഴുവൻ അങ്ങയുടെ രാജ്യമായിരിക്കുമ്പോൾ ഞാൻ പിന്നെ എവിടേക്ക് പോകും? ഞാനും അങ്ങയുടെ ഒരു പൗരനാണ്, അങ്ങയുടെ ഒരു പ്രജയാണ്, എനിക്കും അഭയം തരാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അങ്ങനെ ദീനമായിട്ട് ഈ ഒരു ട്രിക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഞാനും അങ്ങയുടെ ഒരു പൗരനാണ് അഥവാ പ്രജയാണ്, എനിക്കും അഭയം തരാൻ അങ്ങ് ബാധ്യസ്ഥനാണ്, എന്നോടും നീതി കാണിക്കണം എന്ന് ഈ കലി അദ്ദേഹത്തെ അഭയം പ്രാപിച്ചു. അപ്പോഴാണ് ഈ പരീക്ഷത്ത് രാജാവ് ആലോചിച്ചിട്ട് ഒരു 4 സ്ഥലം കൊടുത്തത്. പോരാ എന്ന് പറഞ്ഞിട്ട് 5-മതൊരു സ്ഥലവും കൂടി കൊടുത്തു, അല്ലേ? എന്തൊക്കെയായിരുന്നു? ദ്യൂതം, പാനം, ഹിംസ, സ്ത്രീകൾ അഥവാ വ്യഭിചാരം, അങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ. ഇപ്പം ദ്യൂതം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചൂതുകളികൾ, ഗ്യാംബ്ലിങ്ങുകൾ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. മദ്യപാനം എവിടെയുണ്ടോ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വ്യഭിചാരം നടക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നോളാൻ പറഞ്ഞു. അതുപോലെ ഹിംസ നടക്കുന്നിടത്ത് ഇരുന്നോളാൻ പറഞ്ഞു. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത് 4 നിറഞ്ഞിട്ടുണ്ട്. ഇത് 4 ഉള്ളൂ, അല്ലേ? ഈ 4 നിറയെ ഉണ്ടാവണമെന്നാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ആവശ്യം. എന്തുകൊണ്ട്? എന്നാലേ ജനങ്ങളൊക്കെ കലി ബാധിച്ചവരായി മൂഢന്മാരായിരിക്കുള്ളൂ, മന്ദന്മാരായിരിക്കുള്ളൂ, ദുഷ്ടന്മാരായിരിക്കുള്ളൂ. അപ്പോൾ അവരെ മുതലെടുക്കാൻ സൗകര്യമാണ്. മൂഢന്മാരെ എളുപ്പത്തിൽ മുതലെടുക്കാം. അപ്പോൾ ചൂതുകളി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോട്ടറി ചൂതുകളിയാണ്, അല്ലേ? മദ്യപാനം ഇവിടെ ധാരാളമുണ്ട്, അതേ ഉള്ളൂ, ബാറുകളേ ഉള്ളൂ. വ്യഭിചാരത്തെ നല്ലോണം പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ സർക്കാരുകൾ. അതുപോലെ ചുംബന സമരവും ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യല്ലേ നവോത്ഥാനത്തിൻ്റെ പേരിൽ. അതുപോലെ ഹിംസ, ഗോഹത്യ ഈ കേരളത്തിൽ നടക്കുന്നത്ര എവിടെയാണ് നടക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഹിംസകൾ, ബീഫ് ഫെസ്റ്റിവലൊക്കെ നടത്തിക്കൊണ്ട് ഗംഭീരമാക്കുന്നുണ്ട്. അപ്പോൾ കലി ബാധിക്കാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അപ്പോൾ കലിക്കിരിക്കാനുള്ള 4 സ്ഥാനങ്ങളാണിത് കൊടുത്തത്. അപ്പോൾ പരീക്ഷത്ത് രാജാവ് ഭരിക്കുമ്പോൾ ഇത് 4 ഉണ്ടായിരുന്നില്ല ആ ഭൂമിയിലേ. അതുകൊണ്ട് പരീക്ഷത്തിനോട് ഈ കലി ചോദിച്ചു, അങ്ങ് ഭരിക്കുമ്പോൾ എവിടെയെങ്കിലും ചൂതുകളിയും മദ്യപാനവും വ്യഭിചാരവും ഒക്കെ നടക്കുമോ? ഹിംസയൊക്കെ നടക്കുമോ? അതുകൊണ്ട് എനിക്കിരിക്കാൻ സ്ഥലമില്ല, ഞാനിപ്പോൾ തൽക്കാലം എവിടെ ഇരിക്കണം? ഒരു സ്ഥലവും കൂടി തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് സ്വർണത്തിൽ ഇരുന്നോളാൻ പറഞ്ഞു. ധനം, ജാതരൂപം അഥവാ സ്വർണം എന്ന് പറഞ്ഞാൽ എവിടെ ധാരാളം ധനമുണ്ടോ അവിടെ കലി വന്നോളും എന്ന അർത്ഥമാണ്. അങ്ങനെ 5 സ്ഥാനങ്ങൾ പരീക്ഷത്ത് രാജാവ് കലിക്ക് അഭയമായിട്ട് കൊടുത്തു. ഈ കലി ആദ്യം ബാധിക്കുന്നത് നമ്മുടെ പരീക്ഷത്തിനെ തന്നെയാണ്. എന്തുകൊണ്ട്? അദ്ദേഹമാണ് രാജാവ്, രാജാവിൻ്റെ അടുത്താണ് ധാരാളം ധനം, സ്വർണമൊക്കെ ഉള്ളത്. അപ്പോൾ സ്വർണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ
ഹിംസയ്ക്ക് പ്രേരിപ്പിച്ച് നായാട്ടിനെ കൊണ്ടുപോയി ആ നായാട്ടിലൂടെ അദ്ദേഹത്തിന് കലിബാധ ഉണ്ടായി. അപ്പോൾ ഈ പരീക്ഷിത്തിനെ തന്നെയാണ് കലി ആദ്യം ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കഥയൊക്കെ പ്രഥമ സ്കന്ധത്തിൽ ആദ്യത്തെ 17ാമത്തെ അധ്യായത്തിൽ വരും എന്ന് പറയാം. അപ്പോൾ അതാണ് ഇവിടെ ദിഗ്വിജയേ ദൃഷ്ടഃ രാജ്ഞാ ദീനവത് ശരണം ഗതഃ. ദിഗ്വിജയത്തിൽ രാജ്ഞാ ദൃഷ്ടഃ, രാജാവിനാൽ ദർശിക്കപ്പെട്ട കലി ദീനവത് ശരണം ഗതഃ, ഒരു ദീനനെ പോലെ, പരാധീനനെ പോലെ, പരവശനെ പോലെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു. പരീക്ഷിത് രാജാവിനോട് ശരണം പ്രാപിച്ചു. അപ്പോൾ ഈ കലിയെക്കുറിച്ച് പരീക്ഷിത് രാജാവ് ചിന്തിച്ചു. സാരംഗഃ ഇവ സാരബുക്ക്. സാരംഗം എന്ന് പറഞ്ഞാൽ വണ്ടിനും തേനീച്ചയ്ക്കൊക്കെ പറയുന്ന പേരാണ് സാരംഗം. സാരത്തെ ഗമിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൂവിലെ സാരമായ തേനിനെ സ്വീകരിക്കുന്നത് സാരംഗം. അപ്പോൾ സാരംഗത്തെ പോലെ, ഒരു വണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു തേനീച്ചയെ പോലെ സാരബുക്കാണ്. സാരത്തെ സ്വീകരിക്കുന്നവനാണ് ആര്? നമ്മുടെ പരീക്ഷിത്ത് രാജാവ്. എല്ലാറ്റിൽ നിന്നും അതിൻ്റെ നന്മയെ കണ്ടെടുക്കുന്ന ആളാണ് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അയം മയാന മാരണീയ ന മയാ മാരണീയോയം. ഇവൻ എന്നാൽ കൊല്ലപ്പെടേണ്ടവനല്ല, ഇവനും ഗുണമുണ്ട്. ഈ കലിയുഗത്തിലും ഈ കലിയുടെ ബാധയിലും ഗുണമുണ്ട് എന്ന് അദ്ദേഹം കണ്ടു. എന്താണ് കലിയുഗത്തിന്റെ ഗുണം? ഇതവിടെ അടുത്ത ശ്ലോകത്തിൽ പറയണു. യദ്ബലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ബലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. യദ്ബലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ബലം ലഭതേ സമ്യക് കലൗ കേശവ കീർത്തനാത്. ഇവിടെ പറയണു യദ്ബലം നാസ്തി തപസ. തപസ്സുകൊണ്ട് ഏതൊരു ബലം ലഭിക്കുകയില്ലയോ. ന യോഗേന, യോഗ അഭ്യാസാദികളെ കൊണ്ട്, അഷ്ടാംഗ യോഗങ്ങളെ കൊണ്ട് ഏതൊരു ബലം ലഭിക്കില്ലയോ. സമാധിന, ധ്യാന അഭ്യാസം കൊണ്ട്, സമാധി യോഗം കൊണ്ട് ഒക്കെ ഏതൊരു ഫലം ലഭിക്കില്ലയോ. തദ്ബലം സമ്യക് ലഭതേ, ആ ബലം നന്നായി ലഭിക്കുന്നു. എന്നുവെച്ചാൽ ഇതുകൊണ്ടൊന്നും ലഭിക്കാത്തത് ലഭിക്കുന്നു. തപസ്സുകൊണ്ടോ യോഗം കൊണ്ടോ സമാധി കൊണ്ടോ ലഭിക്കാത്ത ബലം ലഭിക്കുന്നു. എപ്പോൾ? കലവു, കലിയുഗത്തിൽ. എങ്ങനെ? കേശവ കീർത്തനാത്. ഇപ്പൊ കലിയുഗത്തിൽ കേശവന്റെ കീർത്തനം ചെയ്യുമ്പോൾ, ഭഗവാന്റെ നാരായണന്റെ നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ദാനത്തിലും അല്ലെങ്കിൽ തപസ്സിലും മനസ്സിലാക്കി. അദ്ദേഹം സാരബുക്കാണ്. അതുകൊണ്ട് മനസ്സിലാക്കി ഇത് സാരമുള്ളതാണ് കലിയുഗം, ഇതിനും പ്രയോജനമുണ്ട്, കലിയുഗം നല്ലതാണ്, അല്ലേ? കറ നല്ലതാണ്. പരസ്യമില്ലേ? കറ നല്ലതാണ്. ഏതാ സർഫ് എക്സലിൻ്റെയോ ഇതിൻ്റെയോ കറയുണ്ട്, അല്ലേ? പരസ്യമുണ്ട്. അതുപോലെ കറ നല്ലതാണെന്ന് പറഞ്ഞ പോലെ കലി നല്ലതാണ് എന്നർത്ഥം. എന്താ കാരണം കലിയുഗത്തിന് ഇത്രയും നന്മ പറയാൻ കാരണം എന്ന് വെച്ചാൽ, മറ്റ് യുഗങ്ങളിലൊന്നും മനുഷ്യർക്ക് അധികം പീഡകളുണ്ടാവില്ല, ദുഃഖങ്ങളുണ്ടാവില്ല, കംഫർട്ടബിൾ ആയിരിക്കും എല്ലാവരും. അപ്പോൾ അവരുടെ ഉള്ളിൽ ആ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ദാഹം ഉണ്ടാവില്ല. എന്തിന്? ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു അവശത, പാരവശ്യം, അതുപോലെ ഈ ലോകത്തോട് വൈരാഗ്യവും ഉണ്ടാവാൻ നല്ലതാണ് കലിയുഗം. എന്താ കാരണം വെച്ചാൽ ഈ കലിയുഗത്തിലാണ് ഏറ്റവും അധികം ദുരിതങ്ങളും ദുഃഖങ്ങളും പീഡകളും കഷ്ടപ്പാടുകളും അമംഗളങ്ങളും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതും. അപ്പം നമുക്ക് മതി വരാൻ എളുപ്പമാണ്. മതിയായി എന്ന് വേഗം പറയാം. എന്താ കാരണം? അത്രയും പീഡകൾ നമുക്ക് അനുഭവിക്കാനുണ്ട്. നേരെ മറിച്ച് മറ്റ് യുഗങ്ങളിലൊക്കെ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുഖമായിരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ജീവിതം മടുക്കുമോ? എല്ലാം ഭദ്രമാണെങ്കിൽ, എല്ലാം കംഫർട്ടബിൾ ആണെങ്കിൽ, നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു മടുപ്പും ഉണ്ടാവില്ല. ഇനി 100 വർഷം കൂടി ജീവിക്കാം എന്ന് വിചാരിക്കും.
എന്നാൽ നിരന്തരം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എന്താ പറയുക, നമ്മൾ താപം തന്നെ അനുഭവിച്ചുകൊണ്ടേയിരിക്കുക, പീഡകൾ തന്നെ മേൽക്കുമേൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ എപ്പോൾ ജീവിതം മടുത്തു എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? സംസാരികളായിരിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി, എന്താണ് ജീവിതം സുഖം തന്നെയോ എന്ന് ചോദിച്ചാൽ ഒക്കെ മടുത്തിട്ടുണ്ട്, എന്നാലും ആയുസ്സിൽ കൊതിയൊക്കെ ഉണ്ട് ഇപ്പോഴും, അതുകൊണ്ട് ജീവിച്ചു പോവാണ്. ഒരു പ്രത്യാശയുണ്ട്, നാളെ നന്നാവും, നാളെ നന്നാവും, നാളെ നന്നാവും എന്നുള്ള വിചാരം. നേരെ മറിച്ച് ഞങ്ങളെ പോലെയുള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു വിഷമവുമില്ല, ഒരു സങ്കടവുമില്ല, എന്നും ഹാപ്പിയാണ്. എന്നും ഞങ്ങൾ എന്താ പറയുക, സത്യയുഗത്തിലോ ദ്വാപരയുഗത്തിലോ ത്രേതായുഗത്തിലോ ഒക്കെയാണ്, കലിയുഗത്തിലൊന്നും അല്ല. കലിയുഗം നമ്മളെ ബാധിക്കുന്നില്ല, നേരിട്ട് ബാധിക്കുന്നില്ല, മറ്റുള്ളവരെ ബാധിക്കുന്നത് കാണുമ്പോഴുള്ള സങ്കടമേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ കലിയാൽ ബാധിക്കപ്പെട്ട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആ ഒരു സങ്കടമേ ഉള്ളൂ, അല്ലാതെ നമ്മളെ നേരിട്ട് കലി ബാധിക്കുന്നില്ല. എന്താ കാരണം? എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നത് കൊണ്ട്, ഭഗവത് ചിന്ത എപ്പോഴും കൂടെയുള്ളത് കൊണ്ട്. ഭാഗവതവും നാരായണീയവും ഭഗവത്ഗീതയും ശങ്കരസ്തുതികളും അല്ലേ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കലിക്ക് വരാനുള്ള ഗ്യാപ്പ് കൊടുക്കുന്നില്ല. കലി വന്നാൽ തന്നെ ചെറിയ ഇൻ്റർവെല്ലുകളേ ഉള്ളൂ, അപ്പം തന്നെ വിട്ടു പോകേണ്ടി വരും. അധിക നേരം നിൽക്കാൻ പറ്റില്ല, പിടിച്ചു നിൽക്കാൻ പറ്റില്ല. 8 മണിക്ക് കലിക്ക് വിട്ടു പോകണം, രാവിലെ 9 മണി വരെ അടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് കലിക്ക് എത്തി നോക്കാം. 10:30 എന്ന് പറയുമ്പോൾ സമയമാകുമ്പോഴേക്കും കലിക്കുള്ള അലാം മുഴങ്ങി പൊക്കോ സ്ഥലം വിട്ടോന്നായി. 12:30 മണി വരെ കലിക്ക് അടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് നമ്മൾ മയങ്ങുന്ന നേരത്തോ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോഴോ ഒക്കെയാണ് ഇത്തിരിക്കൊക്കെ കലിക്കൊക്കെ ബാധിക്കാൻ പറ്റുക. അപ്പോഴും ഇൻ്റർവെല്ലാണ്. കലിക്ക് അറിയാം അധികം താമസിയാതെ പോകണം, 4:30 മണിയാകുമ്പോഴേക്കും സ്ഥലം വിട്ടോളണം. അപ്പോൾ ഇങ്ങനെ കലിക്ക് പെർമനൻ്റായിട്ടൊരു സെറ്റിലാവാൻ പറ്റുന്നില്ല, അല്ലേ? കലിക്കൊരു സെറ്റിലാവാൻ പറ്റുന്നില്ല നമ്മുടെ അടുത്ത്. അതുകൊണ്ട് നമുക്ക് എന്തില്ല, വലിയ വിഷമമൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്കും ഇതിൻ്റെ കൂടെയുള്ളവർക്കും അതുതന്നെയായിരിക്കും അനുഭവം. എങ്കിലും ജീവിതത്തിലെ പ്രാരബ്ധങ്ങൾ പലതും ഉള്ളവർക്ക് സംസാര ദുഃഖങ്ങൾ, അതിൻ്റെ നടുവിൽ കിടന്ന് മക്കളും പേരക്കുട്ടികളും ഭാര്യയും ഭർത്താവും കുട്ടിയും കുടുംബവും എന്ന് പറഞ്ഞ മാതിരി എല്ലാ ഭാരങ്ങളും ഉണ്ടായിരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ വൈരാഗ്യം വരാൻ എളുപ്പമാണ്. ഈ ക്ലേശങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ നിരാശകൾ, വൈരാഗ്യമുണ്ടാക്കുന്നത്. അപ്പോൾ കലിയുഗം നമുക്ക് ദുഃഖം തരുന്ന യുഗമാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ദാഹമുണ്ടാകും. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ തീവ്രതയുണ്ടാകും. അതാണ് കലിയുഗത്തിലെ നാമജപത്തിൻ്റെ പ്രാധാന്യം. മറ്റുള്ളതൊക്കെ നമ്മൾ ചടങ്ങിന് ചെയ്യുന്നു എന്നേ ഉള്ളൂ. തപസ്സും യോഗവും സമാധിയും ഒക്കെ സദാചാരം നമ്മൾ അനുഷ്ഠിക്കുന്നു. അങ്ങനെയൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ പതുക്കെ വരുള്ളൂ. അഭിമാനം നീങ്ങൂല്ല. ഞാൻ വലിയ സദാചാരം അനുഷ്ഠിക്കുന്നവനാണ്, ഞാൻ തപസ്വിയാണ്, ഞാൻ സാധകനാണ് എന്നൊക്കെയുള്ള അഭിമാനം ഉണ്ടാവും. വൈരാഗ്യം വരൂല്ല മറ്റ് യുഗങ്ങളിൽ, മറ്റ് അവസ്ഥകളിൽ. അപ്പോൾ കലിയുഗത്തിൽ നമ്മൾക്ക് പാരവശ്യം കൂടും, ദൈന്യം കൂടും, ദുഃഖം കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് വിനയം ഉണ്ടാവും. ഈശ്വരനോടുള്ളതായിട്ടുള്ള സറണ്ടറൻസ് തന്നെ വരും. എന്നെക്കൊണ്ട് ഒന്നിനും കയ്യിലാവില്ലേ, ഭഗവാനെ അങ്ങ് തന്നെ രക്ഷിക്കണം എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഭഗവാന്റെ മുമ്പിൽ സറണ്ടർ ആവും. മറ്റു വഴിപാട് പോലെയല്ല. അതാണ് കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതാണ് കലവു കേശവ കീർത്തനാതെന്ന് പറയുന്നത്. കലിയിൽ ഭഗവാന്റെ നാമം ചൊല്ലാൻ പറ്റിയാൽ തന്നെ ഭാഗ്യമാണ്. അങ്ങനെ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ചൊല്ലുക എന്നത് സുഹൃതികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ജന്മാന്തര സുഹൃതം ചെയ്തവർക്കേ ഈ കലിയുഗത്തിലെ ജീവിതത്തിൽ താപങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാനെ സ്മരിക്കാനോ
ഭഗവാന്റെ നാമം ചൊല്ലാനോ സാധിക്കുകയുള്ളൂ. അല്ലാത്ത മൂഢജനങ്ങൾ കലിയുഗത്തിൽ ദുഃഖം വന്നാൽ വല്ല കള്ളു കുടിക്കാനോ ആത്മഹത്യ ചെയ്യാനോ വിഷമിച്ചുകൊണ്ടിരിക്കാനോ ഒക്കെ പറ്റുള്ളൂ. ഡിപ്രഷനായിട്ട് ഭ്രാന്തായിട്ടൊക്കെ ഇരിക്കും. ഈശ്വരഭക്തി ഇല്ലാത്തവർക്കുള്ളതാണ് എന്ത്? ഈ ഡിപ്രഷനും കള്ളുകുടിയും എപ്പോഴും ആവലാതിയും പറഞ്ഞ് മറ്റുള്ളവരോട് ശണ്ട കൂടിയിരിക്കലും ഒക്കെ. എന്നാൽ ആർക്കാണോ ഈശ്വര ഭക്തിയുള്ളത് അവർക്ക് ഡിപ്രഷനും ബാധിക്കില്ല, അവർക്ക് മറ്റുള്ള എന്താ പറയുക മദ്യപാനാദി അഡിക്ഷനും വരില്ല, ആവലാദികളും കുറയും, മറ്റുള്ളവരോട് ശണ്ടയും കുറയും. അതാണ് അതിൻ്റെ ഒരു സൈക്കോളജി. അതുകൊണ്ട് കലിയുഗത്തിലെ ഭഗവത് സ്മരണ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും സംസ്കാരമുള്ളവർക്ക് ഉണ്ടാകുന്നതാണ്. ജന്മാന്തര സുഹൃതം ചെയ്തിട്ടുള്ളവർക്കാണ് ആ ഒരു സംസ്കാരം ഉണ്ടാവുക. അപ്പോൾ കലിയുഗത്തിൽ ഭഗവാന്റെ നാമം ചൊല്ലുക എന്ന് പറയുന്നത് പോലും ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു അനുഗ്രഹമാണ്. അപ്പോൾ യദ്ബലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ബലം ലഭതേ സമ്യക് കലൗ കേശവകീർത്തനാത്. തപസ്സുകൊണ്ടോ യോഗം കൊണ്ടോ സമാധി കൊണ്ടോ ലഭിക്കാത്തത് നമുക്ക് കലിയുഗത്തിൽ കേശവനാമകീർത്തനം കൊണ്ട് ലഭിക്കും എന്ന് പറയുകയാണ്. എല്ലാ വീടുകളിലും ഭഗവത് നാമം മുഴങ്ങട്ടെ, ആ സംസ്കാരം എല്ലാവരിലും നിലനിൽക്കട്ടെ, കലി ബാധിക്കാതിരിക്കട്ടെ. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത്സാരനീരസം വിഷ്ണുരാധസ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. അപ്പോൾ ഏകാകാരം കലിം ദൃഷ്ട്വാ, ഏക ആകാരം, ഒരൊറ്റ ആകാരം, ഒരു ഗുണം, ഒരൊറ്റ പ്രയോജനമേ ഉള്ളൂ കലിക്ക്. എങ്കിലും അത് നല്ല പ്രയോജനമാണ്. എന്താണ്? അധികം കഷ്ടം കൂടാതെ ഭഗവാന്റെ അനുഗ്രഹം എന്ന പരമപ്രയോജനം ലഭിക്കുക. ഷോർട്ട് കട്ട് ഈശ്വരാനുഗ്രഹത്തിന്, ഭഗവാന്റെ നാമസങ്കീർത്തനം എന്നുള്ള ഷോർട്ട് കട്ടിലൂടെ ഈശ്വര അനുഗ്രഹത്തിന് പാത്രീഭവിക്കുക. അപ്പം അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ കലിയുഗത്തിലെ കലിയുടെ ഒരു ഗുണമാണ് ഏക ആകാരം. അങ്ങനെയുള്ള കലിം ദൃഷ്ട്വ സാരവത് സാരനീരസം, സാരനീരസം സാരത്തിന് നീരസത്തെ ജനിപ്പിക്കുന്നതാണ്. എല്ലാ വസ്തുക്കളുടെയും ഗുണത്തെ ഇല്ലാതാക്കുന്നതാണെങ്കിലും അങ്ങനെയുള്ള കലിയെ കണ്ടിട്ട് ദൃഷ്ട്വ വിഷ്ണുരാധ, ആ വിഷ്ണുരാധൻ പരീക്ഷത്തിൻ്റെ മറ്റൊരു പേരാണ്. വിഷ്ണുവിനാൽ രക്ഷിക്കപ്പെട്ടവൻ, വിഷ്ണുവിൻ്റെ ദാനമായി ജീവിക്കുന്നവൻ, സ്വന്തം ജീവിതം തന്നെ വിഷ്ണുവിൻ്റെ ദാനമായവൻ, ഗർഭത്തിൽ വെച്ച് ഒരിക്കൽ നശിച്ച് പിന്നെ ഭഗവാൻ രക്ഷിച്ചതാണ് അല്ലേ ഉത്തരാഗർഭത്തിൽ നിന്ന് പരീക്ഷത്തിനെ. അതുകൊണ്ട് വിഷ്ണുരാധൻ എന്ന് പരീക്ഷത്തിൻ്റെ പേര്. ആ വിഷ്ണുരാധൻ കലിയുടെ ഈ ഒരു നന്മ മാത്രം കണ്ടിട്ട് കലിജാനാം സുഖായ, കലിയിൽ ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ട്, അവരെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് സ്ഥാപിതവാൻ, സ്ഥാപിതവാൻ കലിയെ വെറുതെ വിട്ടു, ഭൂമിയിൽ നിലനിർത്തി, നീ മരിക്കണ്ട, നിന്നെ ഞാനിതാ അഭയം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കലിക്ക് അഭയം കൊടുത്തു ഭൂമിയിൽ. ആര്? അപ്പോൾ ഒരു ഗുണമുണ്ട് കലിക്ക്, നാമസങ്കീർത്തനം കൊണ്ട് തന്നെ മറ്റ് സാധനങ്ങളെ കൊണ്ട് കിട്ടാത്തതായിട്ടുള്ള ഈശ്വരാനുഗ്രഹം കിട്ടാനുള്ള എളുപ്പ വഴിയുള്ള യുഗമാണ് കലിയുഗം. ഏകാകാരം കലിം ദൃഷ്ട്വാ സാരവത് സാരനീരസം വിഷ്ണുരാധഃ സ്ഥാപിതവാൻ കലിജാനാം സുഖായ ച. സാരവത് എന്നുള്ളത് വിഷ്ണുരാധൻ്റെ വിശേഷണമാണ്. സാരവാനായവൻ വിഷ്ണുരാധൻ, എല്ലാത്തിൻ്റെയും കാര്യം അറിയുന്നവൻ, കാര്യം ഗ്രഹിക്കാൻ സാധിക്കുന്നവൻ. ആ വിഷ്ണുരാധൻ കലിയെ കലിയിൽ ജനിക്കുന്നവരുടെ സുഖത്തിനായിക്കൊണ്ട് ശേഷിപ്പിച്ചു. കുകർമാചരണാത് സാരഃ സർവതോ നിർഗതോ അധുനാ പദാർത്ഥ സംസ്ഥിത ഭൂമൗ ബീജഹീനാസ്തുഷായദാ. കുകർമാചരണാത് സാരഃ സർവതോ നിർഗതോ അധുനാ
പദാർത്ഥ സംസ്ഥിത ഭൂമൗ ബീജഹീനാസ്തുഷായതാ കുകർമ്മ ആചരണാത് സർവതഃ അധുനാ സാരഃ നിർഗതഃ. കുകർമ്മ ആചരണാത്, കുകർമ്മം കുൽസിത കർമ്മം, അരുതാത്ത പ്രവൃത്തികൾ. അങ്ങനെയുള്ള അരുതാത്ത പ്രവൃത്തികളുടെ ആചരണം കാരണമായിട്ട് സർവതഃ എല്ലാ സാധനാ മാർഗങ്ങളിൽ നിന്നും അധുനാ സാരഃ നിർഗതഃ, ഇപ്പോൾ അതാത് വസ്തുക്കളുടെ അതാത് സാധനാ മാർഗങ്ങളുടെ ഗൗരവം നഷ്ടപ്പെട്ടു, അതിൻ്റെ ഗരിമ ഇല്ലാതെയായി, അതിൻ്റെ സാരം, അതിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു. അത് ഓരോന്നും ക്രമത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഏതിൻ്റെ സാരമാണ് പോയത് എന്നൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് പിടികിട്ടിയില്ലെങ്കിലും വെയിറ്റ് ചെയ്യാം. ഓരോ സാധനാമാർഗങ്ങളുടെയും അതിൻ്റെ സാരം, അതിൻ്റെ എസൻസ് നഷ്ടപ്പെട്ടു, അതിൻ്റെ ക്രീം നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. സാരഃ നിർഗതഃ ഭൂമൗ പദാർത്ഥാഃ ബീജഹീനാഃ തുഷായതാ സംസ്ഥിതാഃ. ഭൂമിയിൽ ഈ പദാർത്ഥങ്ങളൊക്കെ ബീജഹീന തുഷാഹ യഥാ സംസ്ഥിതാഹ. ബീജഹീനം തുഷ എന്ന് പറഞ്ഞാൽ ഉമി തവിട്, അതിനേക്കാണ് തുഷ എന്ന് പറയുക. ബീജം എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള വിത്ത്. ഇപ്പം നെല്ലിൻ്റെ ഉമിയും ബീജവും തിരിച്ചറിയാലോ നിങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിലുള്ള അരിമണിയാണ് ബീജം. തുഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറന്തോട്. ബീജഹീന തുഷ എന്ന് പറഞ്ഞാലോ മണിയില്ലാത്ത ചണ്ട് എന്ന് നമ്മൾ പറയും. ഉള്ളിൽ കാമ്പില്ലാത്ത, സാരമില്ലാത്ത വെറും ചണ്ട്. ചില സീസണിലൊക്കെ നമ്മൾ കൊയ്തെടുത്തു കഴിഞ്ഞാൽ മെതിച്ച് കഴിയുമ്പോൾ ആ കതിർമണികളിൽ ഒന്നിലും ധാന്യം ഉണ്ടാവില്ല, കാറ്റത്ത് പറന്നു പോകുണ്ടാവും. അത് വെറുതെ ചേറിയാൽ മതി, കാറ്റത്തിട്ടാൽ മതി, അത് പറന്നു പോകുന്നത് കാണാം. നമ്മൾ മില്ലിലേക്കൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, പൊളിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ ഉള്ളിൽ ബീജഹീനങ്ങളായിട്ടുള്ള തുഷകൾ മാത്രമാണത്. അപ്പം അതുപോലെ ഉള്ളിൽ കാമ്പില്ലാത്ത വസ്തുക്കളായി തീർന്നു ഈ ഭൂമിയിലെ പദാർത്ഥങ്ങളൊക്കെ കലികാലത്ത്. എല്ലാറ്റിൻ്റെയും സാരം നഷ്ടപ്പെട്ടു എന്നർത്ഥം. അതെ, പതിര്, ചണ്ട്, പതിര് എന്നൊക്കെ പറയും. എല്ലാ കാര്യങ്ങളുടെയും സാരം നഷ്ടപ്പെട്ടു കലിയുഗമായപ്പോഴേക്കും എന്ന് പറയുകയാണ്. അതിനൊക്കെ കാരണം കുകർമ്മ ആചരണം. കുകർമാചരണാത് സാരഃ സർവതോ നിർഗതോ അധുനാ പദാർത്ഥ സംസ്ഥിത ഭൂമൗ ബീജഹീനാ തുഷായതാ വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാ സാരസ്തതോ ഗതഃ. വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാ സാരസ്തതോ ഗതഃ. ഇനി ഓരോന്നിൻ്റെ സാരം, അതിൻ്റെ കാമ്പ് എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് എണ്ണി എണ്ണി പറയുകയാണ്. ഇവിടെ കഥാസാരഃ തതോ ഗതഃ. കഥയുടെ സാരം അപ്പോൾ പോയി. ഏത് കഥയുടെ സാരം? ഭാഗവത കഥയുടെ സാരം എന്ന് വെച്ചാൽ ഭഗവത്പരമായിട്ടുള്ള ഭക്തി കഥകളുടെയൊക്കെ സാരം നഷ്ടപ്പെട്ടു. എങ്ങനെ? വിപ്രൈഹി ഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കണലോപേന കാരിത. കണം എന്ന് പറഞ്ഞാൽ നിസാരമായിട്ടുള്ളത്, ലവം, ഒരു അണു എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള നിസാരമായിട്ടുള്ളതാണ് കണം. അപ്പോൾ ഒരു കണത്തിൻ്റെ ലോഭം കൊണ്ട്, അല്പമായിട്ടുള്ള വസ്തുക്കളുടെ ലാഭത്തിന് വേണ്ടി, ലോഭത്തിനായിക്കൊണ്ട്, അത്യാഗ്രഹം കൊണ്ട് വിപ്രൈഹി ബ്രാഹ്മണരാൽ ഭാഗവതീ വാർത്ത, ഈ ഭാഗവതത്തെ സംബന്ധിച്ചതായിട്ടുള്ള കഥകൾ, ഗേഹേ ഗേഹേ ഗൃഹങ്ങൾ തോറും, ജനേ ജനേ ആളുകളുടെ അടുത്തൊക്കെ ചെന്ന്, കണലോപേന കാരിത നിസാരമായ ദക്ഷിണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വിലയ്ക്ക് വിറ്റു എന്നർത്ഥം. അപ്പോൾ വഴിപാട് പോലെ സപ്താഹങ്ങളും മറ്റുമൊക്കെ നടത്തി ആ ഭാഗവതത്തിൻ്റെ കഥാസാരം നഷ്ടപ്പെട്ടു എന്ന് താല്പര്യം. ഇപ്പൊ ഭാഗവത കഥ എന്തിനാണ് വർണ്ണിക്കുന്നത് വെച്ചാൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ വളർത്താനാണ്. കേൾക്കുന്നവരിൽ ഭഗവാനോട് എന്തെന്നില്ലാത്ത ഭക്തി വളരണം, അവരുടെ ഉള്ളിൽ ഭഗവാന്റെ തത്വത്തെക്കുറിച്ചിട്ടുള്ള ജ്ഞാനമുണ്ടാകണം.
ഈ ലോക വിഷയങ്ങളിൽ വലിയ താല്പര്യമില്ലാതെയാകണം. ഈ 3 കാര്യമാണ് ഭാഗവതം കേൾക്കുമ്പോൾ നടക്കേണ്ടത്. ഇത് 3 നടക്കുന്നില്ല. എന്താ കാരണം? വഴിപാട് മാത്രമായി ഈ ഭാഗവത സപ്താഹങ്ങളും ഭാഗവത കഥകളും ഒക്കെ. കണക്ക് പറഞ്ഞിട്ടാണ്, റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ്. ഇത്ര ദിവസത്തേക്ക് നീ സപ്താഹം 7 ദിവസം നടത്താൻ ബുദ്ധിമുട്ടാണോ? എന്നാൽ ഞങ്ങൾ 5 ദിവസം കൊണ്ട് നടത്തിത്തരാം, അല്ലെങ്കിൽ 3 ദിവസം കൊണ്ട് നടത്തിത്തരാം. വെറും ഒരു വഴിപാട്. ഇനി നിങ്ങൾ തരുന്ന ദക്ഷിണയ്ക്കനുസരിച്ച് കഥ പറയാം, ദക്ഷിണയ്ക്കനുസരിച്ച് ചടങ്ങുകൾ നടത്താം. എന്താണ് തരുന്നത് അതിനനുസരിച്ച്. അപ്പം ഇങ്ങനെ വില പറഞ്ഞുകൊണ്ട് ഭാഗവതത്തെ വിറ്റുകൊണ്ട് നടക്കുന്ന മുടിയന്മാരായിട്ടുള്ള ആളുകളെ കൊണ്ട് നിറഞ്ഞു. അപ്പം പിന്നെ എന്താണ് അതിൻ്റെ സാരം? ശ്രീമദ് ഭാഗവത കഥയുടെ സാരം എന്താണ്? അത് നഷ്ടപ്പെട്ടു. അതിൻ്റെ കോറ്, അതിൻ്റെ കാമ്പ് ഇല്ലാതെയായി എന്നർത്ഥം. ഭാഗവതം കേൾക്കുമ്പോൾ ആ ഭഗവാനോട് ഭക്തിയും ഭഗവത് തത്വജ്ഞാനവും ലോക വിഷയങ്ങളോട് ആസക്തി ഇല്ലാതാവുകയും വേണ്ടത്. അതാണ് നടക്കേണ്ടത്. അത് നടക്കാതെയായി, അതിൻ്റെ കാമ്പ് പോയി എന്നർത്ഥം. എന്താ കാരണം? അത് നിങ്ങൾ വേണമെങ്കിൽ കേട്ടാൽ മതി. ഞങ്ങളിവിടെ വഴിപാട് നടത്തിയിട്ട് പൊക്കോളാം, നിങ്ങൾ വരണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾ പേരിന് വായിക്കും, കുറച്ച് പൂജകളും ചടങ്ങുകളൊക്കെ ചെയ്യും. നിങ്ങൾ ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് ലോക വർത്തമാനമൊക്കെ പറഞ്ഞ് തമാശകൾ പറഞ്ഞ് ഭാഗവതത്തിൻ്റെ വിലയൊക്കെ കളഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കും. ഭാഗവതം സപ്താഹത്തിൻ്റെ പേരിൽ ഭാഗവതം ഒഴിച്ച് ബാക്കിയൊക്കെ പറയും. ഭാഗവത കഥകളൊന്നും പറയില്ല, തമാശകൾ പറഞ്ഞ് നേരം കളയും. അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ. പിന്നെ കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പാട്ട് പാടി കീർത്തനങ്ങൾ പാടി, അതും കുഴപ്പമില്ല, കുറച്ചൊക്കെ ഭേദമാണ്. അതിൽ രസിക്കുന്ന ആളുകൾ അതെങ്കിലും രസിക്കും. അപ്പോഴും ഭാഗവതമല്ല പറയുന്നത്, ഭജന കീർത്തനങ്ങളുമായിട്ട് നേരം കളയും. അതിന് ഒരു ഗോഷ്ഠിയായിട്ടാണ് പല ആചാര്യന്മാരും വരിക. ഒരു 15 പേരുണ്ടാവും ഭാഗവത സപ്താഹ ടീം, വാദ്യഘോഷങ്ങളൊക്കെ ആയിട്ട്. എപ്പോൾ നോക്കിയാലും പാട്ടും കൂത്തും തന്നെയുള്ളൂ. ഭാഗവതം പറഞ്ഞുവോ ചോദിച്ചാൽ അതൊന്നും അറിയില്ല. കുറേ ഭേദം. എന്നാൽ പിന്നെ ഭജനഗോഷ്ഠി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനെ ഭാഗവത സപ്താഹം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഭാഗവത സപ്താഹം എന്നുള്ളത് ജ്ഞാനയജ്ഞമാണ്. അത് ഇതിൽ തന്നെ ഭാഗവതത്തിൽ തന്നെ പല പ്രാവശ്യം പറയുന്നുണ്ട്. ജ്ഞാനയജ്ഞമാണ് ഭാഗവത സപ്താഹം. അത് പാട്ടും പാടിക്കൊണ്ട് സമയം കളയാനുള്ളതല്ല. പാട്ടൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ പാടാം, എല്ലാവർക്കും പാടാം, പാടാൻ അറിയുന്നവർക്കൊക്കെ പാടാം. അത് ഭാഗവത സപ്താഹം എന്നുള്ള പേരിൽ വഞ്ചിക്കരുത്. ഇത് ഭജനഗോഷ്ഠിയാണ് എന്ന് പറഞ്ഞോളൂ, എന്നിട്ട് പാടിക്കോളൂ. അപ്പൊ ഇങ്ങനെ കഥാസാരം നഷ്ടപ്പെട്ടു. വിപ്രൈർഭാഗവതീ വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിതാ കണലോഭേന കഥാസാരസ്തതോ ഗതഃ അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാ രൗരവാ ജനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാ രൗരവാ ജനാഃ തേപി തിഷ്ഠന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. അത്യുഗ്രഭൂരി കർമാണഃ, അതിഭയങ്കരങ്ങളായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നവരും, നാസ്തികാഹ, ഈശ്വരവിശ്വാസമില്ലാത്തവരും, രൗരവാഹ ജനാഹ, രൗരവാഹ എന്ന് പറഞ്ഞാൽ രൗരവം എന്നൊരു നരകത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ ആ നരകത്തിൽ നിന്ന് വന്ന ആൾക്കാർ, രൗരവം എന്ന നരകത്തിൽ നിന്ന് ഇറങ്ങി വന്നതായിട്ടുള്ള അതിദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാ രൗരവാജനാഹ തേപി തിഷ്ഠന്തി തീർത്ഥേഷു, തീർത്ഥസ്ഥാനങ്ങളിൽ തീർത്ഥാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ പോയാൽ അവിടെയൊക്കെയുള്ള ആൾക്കാർ, അതൊക്കെ ഭരിക്കുന്ന നടത്തിക്കൊണ്ടുപോകുന്ന ആൾക്കാർ ആരാണ്? ഇങ്ങനെയുള്ള ദുഷ്ടന്മാരാണ്. അതുകൊണ്ട് തീർത്ഥസാരഹ തതോ ഗതഃ. ഇവിടെ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയൊക്കെ എടുത്താൽ മതിയല്ലോ. കള്ളന്മാരും കൊള്ളക്കാരും മാർക്സിസ്റ്റുകാരും അല്ലേ ഭരിക്കുന്നത്. ശബരിമലയിൽ കണ്ടില്ലേ നമ്മൾ എന്തൊക്കെ അത്യുഗ്ര ഭൂരി കർമാണ, ലാത്തി ചാർജ് നടത്തി ഭക്തന്മാരെ മുഴുവൻ പീഡിപ്പിച്ച അത്യുഗ്ര എന്താ പറയുക ഭൂരി കർമാണ, വ്യഭിചാരിണികളെ തേവിടിശികളെ വലിച്ചു കയറ്റിക്കൊണ്ടുവന്നില്ലേ രാത്രിയിൽ വേഷം മാറിയിട്ടൊക്കെ.
സദാചാരത്തെ, അവിടുത്തെ സംസ്കാരത്തെയൊക്കെ നശിപ്പിക്കാനായിക്കൊണ്ട് ഒരു ഭക്തിയുമില്ലാത്ത, അയ്യപ്പനെ എന്താന്ന് പോലും അറിയാത്ത വ്യഭിചാരിണികളായിട്ടുള്ള സ്ത്രീകളെയല്ലേ വലിച്ചഴിച്ചുകൊണ്ട് വന്നത്. അല്ലാതെ കുലത്തിൽ പിറന്ന ഏതെങ്കിലും ഭക്തജനങ്ങൾ, സ്ത്രീകൾ അവിടേക്ക് വരണമെന്ന് പറഞ്ഞുവോ? ആരെങ്കിലും വന്നുവോ? അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അവിടേക്ക് കൊണ്ടുവരിക, അതുപോലെ അവിടെയുള്ള എല്ലാ സംഭവങ്ങളും ലേലം വിറ്റ് ഒക്കെ വിറ്റ് മുടിക്കുക. അവിടെ അരവണി ഉണ്ടാക്കുന്നതും അപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ അന്യമതസ്ഥർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ്. അരവണിയും അപ്പവും ഒക്കെ പാക്ക് ചെയ്ത് തരുന്നതും അത് ഉണ്ടാക്കുന്നതും ഒക്കെ ആരാണെന്നേ അറിയില്ല. അതൊക്കെ നേരത്തെ റെഡി മെയ്ഡ് പാർസൽ, നിങ്ങൾ കാശ് കൊടുക്കുക, വാങ്ങിക്കുക. അത് ആരുണ്ടാക്കുന്നു, അയ്യപ്പനെ പൂജിച്ചിട്ടുണ്ടോ, അതിന് അർഹരായിട്ടുള്ള ആളുകൾ ഭക്തിപൂർവ്വം ഉണ്ടാക്കിയ സാധനങ്ങളാണോ? ഒന്നുമല്ല. അതിൽ ചിലപ്പോൾ എന്തും കിട്ടും. തവളയും എലിയും പല്ലിയും ഒക്കെ ഉണ്ടാവും അതിൽ. അങ്ങനെയുള്ള ശ്രദ്ധയില്ലാത്ത ആൾക്കാരാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പമൊക്കെ കടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ആ പല്ലുകൊണ്ട് വേറൊന്നും കടിക്കേണ്ടി വരില്ല. അമ്മാതിരിയുള്ള അപ്പമൊക്കെ അമ്മിക്കല്ലിലിട്ട് ഇടിച്ചാലും പൊടിയാത്ത അപ്പം, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിത്തരും. അത്യുഗ്ര ഭൂരികർമാണ. എന്താ പറയുക, ഇവിടെ ഗുരുവായൂരിൽ കൃഷ്ണനെ ചീത്ത വിളിക്കുന്ന കവികൾക്ക് പൂന്താനം അവാർഡ്, ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള തീർത്ഥസ്ഥാനങ്ങളൊക്കെ ഭരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ തീർത്ഥത്തിൻ്റെ സാരം ഗതഃ, തീർത്ഥാടനത്തിൻ്റെ താല്പര്യം നഷ്ടപ്പെട്ടു. ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. അവിടുന്ന് പോയിട്ട് വരുമ്പോൾ കുറേ മാലിന്യങ്ങളും കൊണ്ടുവരാം. ഇപ്പോൾ മനസ്സ് ദുഷിച്ച് തിരിച്ചു വരാം. അതാണ് പലയിടത്തും അവസ്ഥ. പിന്നെ നമ്മളിതൊക്കെ കാണാതെ ഇരിക്കണം, ഇതെല്ലാം നോക്കാതെ നമ്മൾ പോയ കാര്യം ഭഗവാനെ കാണുക, മടങ്ങുക. അങ്ങനെയുള്ളവർക്ക് മാത്രം രക്ഷയുള്ളൂ. ഇപ്പോൾ അത്യുഗ്രഭൂരി കർമാണോ നാസ്തികാരൗരവാജനാഹ തേപി തിഷ്ടന്തി തീർത്ഥേഷു തീർത്ഥസാരസ്തതോ ഗതഃ. അപ്പോൾ തീർത്ഥസാരം പോയത് ഇങ്ങനെയുള്ള ആളുകൾ തീർത്ഥങ്ങളെ ഭരിച്ചിട്ട്. കാമക്രോധ മഹാലോഭ തൃഷ്ണാവ്യാകുലചേതസഃ തേപി തിഷ്ടന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. കാമക്രോധ മഹാലോഭ തൃഷ്ണാവ്യാകുലചേതസഃ തേപി തിഷ്ടന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. തപസ്സിന്റെ ശക്തി, അതിന്റെ സാരം ഇല്ലാതെയായി. എങ്ങനെ? ആരാണ് തപസ് അനുഷ്ഠിക്കുന്നത്? കാമം, ക്രോധം, മഹാലോഭം, തൃഷ്ണ, ഇതൊക്കെ കൊണ്ട് വ്യാകുല ചേതസ്സോട് കൂടിയവരാണ് തപസ്സിൽ തിഷ്ടന്തി. തേബി തിഷ്ടന്തി തപസി, ഇവരാണ് തപസ് അനുഷ്ഠിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ തപസ്സനുഷ്ഠാനം കൊണ്ട് തപസ്സിൻ്റെ ആ ശക്തിയും നഷ്ടപ്പെട്ടു, ബലമില്ലാതെയായി. തപസ് എന്ന് പറഞ്ഞപ്പോൾ എന്താണെന്നറിയാതെയായി ആർക്കും. അപ്പോൾ കാമക്രോധ മഹാലോഭ തൃഷ്ണ വ്യാകുല ചേതസഃ തേബി തിഷ്ടന്തി തപസി തപസ്സാരസ്തതോ ഗതഃ. മനസശ്ച അജയാത് ലോഭാത് ദമ്പാത് പാഗണ്ഡ സംശ്രയാത് ശാസ്ത്ര അനഭ്യസനാച്ചൈവ ധ്യാനയോഗബലം ഗതം. മനസശ്ച അജയാത് ലോഭാത് ദമ്പാത് പാഗണ്ഡ സംശ്രയാത് ശാസ്ത്ര അനഭ്യസനാച്ചൈവ ധ്യാനയോഗബലം ഗതം. ധ്യാനയോഗബലം ഗതം, ധ്യാനയോഗം, അങ്ങനെയുള്ള ആ തപസ്സിൻ്റെ ആ സാധനയുടെ അതിൻ്റെ ശക്തിയും പോയി, അതിൻ്റെ ബലവും പോയി. കാരണം മനോജയമില്ലാത്തവരാണ് ധ്യാനിക്കാനിരിക്കുന്നത്. അപ്പോൾ ധ്യാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ്സാണ്. മെഡിറ്റേഷൻ കോഴ്സുകളുണ്ട്. ഇത്ര രൂപ കെട്ടിയാൽ ഇന്ന മെഡിറ്റേഷൻ നിങ്ങൾക്ക്, പല പേരുകൾ, മോഡേൺ പേരുകൾ ഇട്ടിട്ട് ആളുകളെ ഭ്രമിപ്പിക്കും. എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് പേരിട്ട് മെഡിറ്റേഷൻ എന്നും കൂടി പറഞ്ഞാൽ മതി. പലതരത്തിൽ പേരിട്ടിട്ട് പല കമ്പനികളും ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെഡിറ്റേഷൻ കമ്പനികൾ. എന്താണ് ഈ മെഡിറ്റേഷൻ്റെ തത്വമെന്ന് പോലും അറിയാതെ ആളുകളെ പറ്റിക്കുന്നതായിട്ടുള്ള ആളുകൾ.
അപ്പോൾ മനസ്സിൻ്റെ അടക്കം വേണം ആദ്യം, ഏകാഗ്രത വേണം ധ്യാനത്തിന്. അതൊന്നുമില്ല, മാർക്കറ്റിൽ നിന്ന് ശണ്ട കൂടി ഓടിച്ചെന്നിരിക്കുന്നത് ധ്യാനിക്കാൻ. എന്താ ധ്യാനിക്കാൻ പറ്റുക? ശത്രുക്കളെ, അവരുടെ മുഖത്തെ ധ്യാനിക്കാം. ആകെ വിക്ഷുബ്ധരായിരുന്ന് അവരെ ധ്യാനിക്കാം, ശത്രുക്കളെ ധ്യാനിക്കാം. അല്ലാതെ മനസ്സിന് ശുദ്ധിയില്ലാതെ എന്ത് ധ്യാനിക്കാൻ? അപ്പോൾ ഇത് കച്ചവടമായി മാറി ധ്യാനം. മനസ്സശ്ച അജയാത്, മനസ്സിൻ്റെ ജയമില്ലാതെ, ലോഭാത്, അത്യാഗ്രഹം കൊണ്ടും, ദംഭാത്, എന്തോ ഞാൻ വലിയ ധ്യാനിയാണ്, ഞാൻ ധ്യാനയോഗിയാണ്, ഞാൻ മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കണ്ണടച്ചിരിക്കുന്ന ഭഗധ്യാനം, അല്ലേ? അഹങ്കാരത്തിന് വേണ്ടിയുള്ള ധ്യാനം. ദംഭാത് പാകണ്ഡ സംശ്രയാത്, പ്രാകൃതന്മാരുമായിട്ടുള്ള സംശ്രയമാണ് ഈ ധ്യാനമനുഷ്ഠിക്കുന്നവരുടെയൊക്കെ ജീവിതം. ഒരു സംസ്കാരവുമില്ലാത്തവർ, വേദബാഹ്യന്മാരായിരിക്കുന്നവർ. പാകണ്ഡ സംശ്രയാത് ശാസ്ത്ര അനഭ്യസനാച്ചൈവ, ധ്യാനത്തിന് മുമ്പ് ആദ്യം ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. എന്താണ് ധ്യാനിക്കണം, എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്, ധ്യാനിക്കുമ്പോൾ എന്തെല്ലാം തടസ്സങ്ങളുണ്ടാകും, അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയണം ആദ്യം. ശാസ്ത്രങ്ങൾ പഠിക്കണം. അതൊന്നുമില്ല. ശാസ്ത്ര അനഭ്യസനാത് ചെയ്വ, ശാസ്ത്ര അഭ്യാസവുമില്ലാതെ ധ്യാനം എന്ന ചടങ്ങ് മാത്രം നടത്തിയാൽ വല്ല പ്രയോജനം ഉണ്ടാവുമോ? ധ്യാനയോഗ ബലം ഗതം, ധ്യാനയോഗത്തിൻ്റെ ബലം പോയി. മനസശ്ചാജയാത് ലോഭാത് ദംഭാത് പാകണ്ഡ സംശ്രയാത് ശാസ്ത്രാനഭ്യസനാച്ചൈവ ധ്യാനയോഗ ബലം ഗതം. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷാ ഇവ പുത്രസ്യ ഉൽപാദനേ ദക്ഷ അദക്ഷാ മുക്തിസാധനേ. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷാ ഇവ പുത്രസ്യോൽപാദനേ ദക്ഷ അദക്ഷ മുക്തിസാധനേ. പണ്ഡിതാഹാതു, പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകളാവട്ടെ, വലിയ ജ്ഞാനികളാണെന്ന് ഭാവിച്ച് നടക്കുന്ന ആളുകൾ, മഹിഷാ ഇവ, പോത്തുകളെപ്പോലെ, രമന്തേ കളത്രേണ, ഭാര്യമാരുമായി രമിച്ചുകൊണ്ട് വിഷയലമ്പടന്മാരായിരിക്കുന്നു. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ, ഭാര്യമാരുമായി രമിക്കുന്നു. മഹിഷാഹ ഇവ, പോത്തുകളെപ്പോലെ. പുത്രസ്യ ഉൽപാദനേ ദക്ഷാഹ, മക്കളെ ജനിപ്പിക്കുന്നതിൽ മിടുമിടുക്കന്മാരാണവർ. അദക്ഷ മുക്തിസാധനെ, മുക്തിയെ സമ്പാദിക്കുന്നതിൽ ഒരു സാമർഥ്യവും ഇല്ലാത്തവരാണ്. അപ്പോൾ പണ്ഡിതന്മാരെന്ന് പേര് മാത്രമേ ഉള്ളൂ. പണ്ഡിതന്മാരുടെ പ്രവൃത്തി എന്തിലായിരിക്കണം? മുക്തിയിലായിരിക്കണം. മുക്തിയായിരിക്കണം അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമായിരിക്കണം. പക്ഷെ അതൊന്നുമല്ല. പുത്ര ഉൽപാദനത്തിൽ ദക്ഷന്മാരാണ്, മുക്തി സാധനത്തിൽ അദക്ഷന്മാരാണ്. പണ്ഡിതാസ്തു കളത്രേണ രമന്തേ മഹിഷായിവ പുത്രസ്യോൽപാദനേ ദക്ഷ അദക്ഷ മുക്തി സാധനേ. നഹി വൈഷ്ണവദാ കുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ. നഹി വൈഷ്ണവദാ കുത്ര സമ്പ്രദായ പുരസ്സര ഏവം പ്രളയതാം പ്രാപ്തോ വസ്തുസാരസ്ഥലേ സ്ഥലേ. അപ്പോ വൈഷ്ണവത എങ്ങനെയുള്ളത്? സമ്പ്രദായ പുരസ്സര വൈഷ്ണവത കുത്ര നഹി. ആ പൂർവികന്മാരായ ഗുരുവര്യന്മാരിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സമ്പ്രദായ പ്രകാരമുള്ള വിഷ്ണു ഉപാസനാ പദ്ധതികൾ, വൈഷ്ണവത, വൈഷ്ണവധർമ്മം, ഭാഗവതധർമ്മം എന്നൊക്കെ പറയാവുന്ന ആ രീതി കുത്രനഹി, ഒരിടത്തുമില്ല. ഒരു വൈഷ്ണവരെയും കാണാനില്ല. വെറുതെ ലക്ഷണങ്ങൾ ഇട്ടാൽ മതിയോ? വലിയ പൊട്ട് അല്ലെങ്കിൽ വലിയ ഗോപിക്കുറി ഇട്ടത് കൊണ്ടോ, തുളസിമാല കയ്യിൽ പിടിച്ചത് കൊണ്ടോ, കുടുംബ വെച്ചത് കൊണ്ടോ ഒന്നും ആയില്ല. ആ സമ്പ്രദായം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവത് ഭജനത്തിൽ മുഴുകണം. അപ്പോൾ സമ്പ്രദായ പുരസ്സര വൈഷ്ണവത നഹി കുത്ര. ഏവം ഇപ്രകാരം സ്ഥലേ സ്ഥലേ വസ്തുസാര പ്രളയതാം പ്രാപ്ത. ഓരോ സ്ഥലത്തും എല്ലായിടത്തും എല്ലാ വസ്തുക്കളുടെയും സാരം, അതിൻ്റെയൊക്കെ തത്വം, അതിൻ്റെയൊക്കെ എസൻസ് പ്രളയതാം പ്രാപ്ത, എല്ലാം നശിച്ചു എന്നർത്ഥം. പ്രളയതയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം നശിച്ചു.
എല്ലാറ്റിൻ്റെയും മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. വെറുതെ ചടങ്ങുകൾ മാത്രം ബാക്കിയായി. അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷഃ സഹദേ നികടേ സ്ഥിതഃ. അയം തു യുഗധർമ്മോ ഹി വർത്തതേ കസ്യ ദൂഷണം അതസ്തു പുണ്ടരീകാക്ഷഃ സഹദേ നികടേ സ്ഥിതഃ. ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഈ അധർമ്മത്തെ ഭഗവാൻ എങ്ങനെയാ സഹിക്കണത് എന്ന്. ഭഗവാൻ സഹിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അയം തു യുഗധർമ്മഃ വർത്തതേ, ഇതെല്ലാം ഈ യുഗത്തിന്റെ, കലിയുഗത്തിന്റെ പ്രത്യേക സ്വഭാവമാണ്, ധർമ്മമാണ്. അത് മാറ്റാൻ പറ്റില്ല. ഇത് യുഗത്തിന്റെ സ്വഭാവമാണ്. കസ്യ ദൂഷണം, ആരെ കുറ്റം പറയാൻ, ആരുടെ ദൂഷണം? ഇത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിച്ചിരിക്കുകയാണേ, ടോട്ടലാണത്. ഒരാളെ, ഒരു ഇൻഡിവിജ്വലിനെ കുറ്റം പറയാൻ നിവൃത്തിയില്ല എന്നാ പറയണത്. കസ്യ ദൂഷണം, ഹൂം ടു ബ്ലെയിം, ആരെ കുറ്റപ്പെടുത്താൻ? അതിൻ്റെ കുറ്റം ആർക്കും ഇല്ല, ദോഷം ആർക്കും ഇല്ല. ഇത് കലിയുഗത്തിൻ്റെ മൊത്തത്തിലുള്ള ധർമ്മമാണ് എന്ന് അതഹാതു, അതുകൊണ്ട് ഇങ്ങനെ കരുതിയിട്ട് പുണ്ടരീകാക്ഷ, ആ താമരക്കണ്ണനായ ഭഗവാൻ നികടേ സ്ഥിതഃ സഹദേ, എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. നികടേ എന്ന് പറഞ്ഞാൽ സമീപേ, എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഹരി പുണ്ടരീകാക്ഷൻ എല്ലാം സഹദേ, എല്ലാം സഹിക്കുന്നു അദ്ദേഹം. ഇത് യുഗധർമ്മമാണ്. അത് ഈ യുഗം മാറുമ്പോഴേ അതിന് മാറ്റം ഉണ്ടാവുള്ളൂ. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഭഗവാൻ അത് സഹിക്കുന്നു, ഈ ധർമ്മത്തെ, ഈ അധർമ്മത്തെ. കലിയുഗത്തിൽ അധർമ്മം വ്യാപിക്കും, വ്യാപകമായിരിക്കും എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ എല്ലാവർക്കും എക്സംഷൻ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ കലിയുഗത്തെ പ്രത്യേകമായിട്ട് ഓരോ വസ്തുക്കളുടെയും സാരം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് വർണ്ണിച്ചു. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയഃ ശ്രൂയതാം തച്ച ശൗനകം. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂചേ വചോ ഭൂയഃ ശ്രൂയതാം തച്ച ശൗനക. അപ്പോൾ സൂതൻ ഇടയ്ക്ക് കയറി ശൗനകാദികളോട് പറയുന്നു. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വ വിസ്മയം പരമം ഗതാ ഭക്തി. അപ്പൊ തദ്വചനം എന്ന് പറഞ്ഞാൽ നാരദസ്യ വചനം. ആ നാരദന്റെ വാക്കുകൾ ഇപ്രകാരമുള്ളത്. ഇതി ശ്രുത്വ, ഇങ്ങനെ കേട്ടിട്ട് ആ ഭക്തി പരമം വിസ്മയം ഗത, പരമമായ വിസ്മയത്തെ പ്രാപിച്ചു. എന്താ പറയാ, ഇത് കലിയുടെ യുഗധർമ്മമാണല്ലേ എന്ന് ആ പുതിയൊരു അറിവ് കിട്ടിയതിൻ്റെ വിസ്മയം ഭക്തിദേവിയിൽ പ്രകടമായി. അങ്ങനെ പരമം വിസ്മയം ഗത ഭക്തി ഭൂയഃ വചഃ ഊചേ. ഊചേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു. ആര്? ഭക്തി. എന്ത് പറഞ്ഞു? ഭൂയഃ വചഃ, വീണ്ടും ഈ വാക്കുകളെ പറഞ്ഞു. ഹേ ശൗനക തച്ച ശ്രൂയത, അല്ലയോ ശൗനക നീ അത് കേട്ടോളൂ എന്ന് സൂതൻ ശൗനകനോട് പറയണ്. അല്ലയോ ശൗനക, ഭക്തി പറഞ്ഞ വാക്കുകളെ കേൾക്കൂ എന്ന്. ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരുചേ വചോ ഭൂയഃ ശ്രൂയതാം തച്ച ശൗനകം. ഭക്തിയുടെ വചനങ്ങൾ 2 ശ്ലോകം. ശ്രീഭക്തിരുവാച സുരർഷേ ത്വം ച ധന്യോസി മൽഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ശ്രീഭക്തിരുവാച സുരർഷേ ത്വം ച ധന്യോസി മദ്ഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ഹേ സുരർഷേ, ഭക്തി പറയുകയാണ്, ഹേ സുരർഷേ ത്വം ച ധന്യഃ അസി, അല്ലയോ ദേവർഷിയായ നാരദ മഹർഷേ, അങ്ങ് ധന്യനാകുന്നു, മഹാത്മാവാകുന്നു. മദ്ഭാഗ്യേന സമാഗതഃ, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങിപ്പോൾ എൻ്റെ അടുത്ത് വന്നു ചേർന്നത്. എൻ്റെ ഭാഗ്യം. മദ്ഭാഗ്യേന സമാഗതഃ ത്വം. ഇനി അങ്ങയെപ്പോലെയുള്ള സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം.
അങ്ങേപോലെയുള്ള സജ്ജനങ്ങളുടെ മഹാത്മാക്കളുടെ ദർശനം ഈ ലോകത്തിലെ സർവസിദ്ധികരം പരം സർവസിദ്ധികരം, എല്ലാ നന്മകളെയും എല്ലാ സിദ്ധികളെയും നൽകുന്നതിന് സമർത്ഥമാകുന്നതാകുന്നു. അങ്ങേ കണ്ടു കഴിഞ്ഞാൽ എല്ലാമായി എന്നർത്ഥം. അങ്ങേപോലെയുള്ള മഹാത്മാക്കളെ സാധുജനങ്ങളെ കാണുന്നത് തന്നെ എല്ലാ സിദ്ധിക്കും കാരണമായി തീരും. ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല. സുരർഷേ ത്വം ച ധന്യോസി മൽഭാഗ്യേന സമാഗതഃ സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. നമ്മുടെ ഈ ശ്രീധരൻജി ഈ വരി സാധൂനാം ദർശനം ലോകെ സർവസിദ്ധികരം പരം, ഏത് മഹാത്മാവിനെ കാണുമ്പോഴും അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അത് പഠിച്ചു വെച്ചിട്ടുണ്ട് അദ്ദേഹം. സജ്ജനങ്ങളോട് എന്ത് പറയണമെന്ന്, നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളെ കാണുന്നത് സർവസിദ്ധികരമാണ് എന്ന്. നമ്മുടെ ചിദാനന്ദപുരി സ്വാമിജിയെ കണ്ടപ്പോഴും നൊച്ചൂർ വെങ്കിട്ടരാമൻജിയെ കണ്ടപ്പോഴും ദേവാനന്ദ സ്വാമിയെ കണ്ടപ്പോഴും ഒക്കെ അദ്ദേഹം അത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ശ്ലോകം, സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. നിങ്ങളും പഠിച്ചു വെച്ചോളൂ, ഉപകാരപ്പെടും. ആ ഒരു ഭാവം ഉള്ളിലുണ്ടാവും, വിനയം ഉണ്ടാവും. സജ്ജനങ്ങളെ കാണുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം, എങ്ങനെ ബഹുമാനിക്കണം എന്നുള്ള ഭാവം വളർന്നു വരും. അത് കഴിഞ്ഞതാ അവസാനത്തെ ശ്ലോകം ഈ അധ്യായത്തിൽ ഭക്തിദേവി നാരദ മഹർഷിയെ നമസ്കരിക്കുകയാണ്. ജയതി ജയതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ജയതി ജഗതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ബ്രഹ്മപുത്രം നതാ അസ്മി, അഹം നതാ അസ്മി, ഞാൻ നമിച്ചവളായി ഭവിക്കുന്നു. ആരെ? ബ്രഹ്മപുത്രം, ബ്രഹ്മപുത്രനായ നാരദനെ. അപ്പോൾ ആ നാരദന്റെ മാഹാത്മ്യമാണ് ബാക്കി വരികളിൽ പറയുന്നത്. ജയതി ജഗതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. ആദ്യത്തെ രണ്ട് വരിയിലെ പ്രഹ്ലാദന്റെ ചരിതം പറഞ്ഞു. യസ്യ വചനരചനം ഏകം കേവലം ച ആകലയ്യ. യസ്യ ഏതൊരു അങ്ങയുടെ, ഏതൊരു നാരദ മഹർഷിയുടെ കേവലം വചനരചനം ഏകം ആകലയ്യ, അങ്ങയുടെ വാക്കുകൾ കൊണ്ട് പറയപ്പെട്ടത് മാത്രം, അതിനെ മാത്രം സ്വീകരിച്ചുകൊണ്ട്, അതിനെ കേട്ടുകൊണ്ട് കായാദവഹ, യസ്യത്തെ എന്ന് പറഞ്ഞിട്ട് കായാദവസ്തേ എന്നത് ആ തേ മാറ്റിയാൽ കായാദവഹ, കയാദവൻ എന്ന് പറഞ്ഞാൽ കയാതുവിൻ്റെ പുത്രൻ. കയാതു എന്ന് പറഞ്ഞത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയുടെ പേരാണ് കയാതു. അപ്പോൾ പ്രഹ്ലാദന്റെ അമ്മയുടെ പേരാണ് കയാതു. അപ്പോൾ പ്രഹ്ലാദനെ പറഞ്ഞതാണ് കായാദവൻ, കയാതുവിൻ്റെ പുത്രൻ കായാദവൻ. അപ്പോൾ യസ്യത്തെ വചനരചനമേകം കേവലം ചാകലയ്യ കായാദവഹ, ആ കയാതുപുത്രനായ പ്രഹ്ലാദൻ ജഗതി, ഈ ലോകത്തിൽ മായാം ജയതി. ജയതി ജഗതി, ജഗതി എന്ന് പറഞ്ഞാൽ ജഗത്തിൽ, ലോകത്തിൽ. മായാം ജയതി, മായയെ ജയിക്കുന്നു, സംസാരത്തെ ജയിക്കുന്നു. ഭാഗ്യവാൻ. അപ്പം അങ്ങയുടെ ശിഷ്യനാണ് പ്രഹ്ലാദൻ. ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ കേട്ട് മനസ്സിലാക്കി. അങ്ങനെ അവൻ മായയെ ജയിച്ചു. ഭാഗ്യവാൻ, ഭാഗ്യവാൻ. അപ്പം അങ്ങയുടെ ശിഷ്യൻ ഒരാള്. മറ്റൊരു ശിഷ്യൻ ദാ ധ്രുവനെ കുറിച്ച് പറയുന്നു. ധ്രുവപദമഭിയാദോ യത്കൃപാദോ ധ്രുവോയം. യത്കൃപാദ, ഏതൊരുവന്റെ കൃപ കാരണമായിട്ട്, ഏതൊരു നാരദ മഹർഷിയുടെ കാരുണ്യം കൊണ്ട്, അയം ധ്രുവ ധ്രുവപദം അപി യാതഃ, ആ ധ്രുവൻ, പ്രശസ്തനായിട്ടുള്ള ധ്രുവൻ ഉണ്ടല്ലോ, ആ ധ്രുവകുമാരൻ, ഉത്താനപാദ രാജാവിന്റെ പുത്രനായ ധ്രുവൻ
അദ്ദേഹം എന്തായി? ധ്രുവപദം അപി യാതഃ, ആ ധ്രുവപദത്തെ തന്നെ പ്രാപിച്ചുവല്ലോ, ശാശ്വതമായ പദവിയെ പ്രാപിച്ചു, മോക്ഷ പദവിയെ പ്രാപിച്ചുവല്ലോ ആ ധ്രുവകുമാരൻ അങ്ങയുടെ കൃപ കൊണ്ട്. യത് കൃപാതഃ, അങ്ങയുടെ കാരുണ്യം കൊണ്ട്. അങ്ങനെയുള്ള സകല കുശലപാത്രം, എല്ലാ നന്മകളുടെയും വിളനിലമായിരിക്കുന്ന പാത്രമായിരിക്കുന്ന ആ ബ്രഹ്മപുത്രം, ആ ബ്രഹ്മപുത്രനായ നാരദനെ അഹം അതാ അസ്മി, ഞാനിതാ നമസ്കരിക്കുന്നു എന്നാണ്. ഇപ്പൊ നാരദ മഹർഷിയെ നമസ്കരിക്കുവാനുള്ള അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണിത്. ജയതി ജഗതി മായാം യസ്യ കായാദവസ്തേ വചനരചനമേഘം കേവലം ചാകലയ്യ ധ്രുവപദമഭിയാതോ യത്കൃപാതോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. സകലകുശലപാത്രം ബ്രഹ്മ ഗോവിന്ദനാമ സങ്കീർത്തനം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 1-ാം അധ്യായം കഴിഞ്ഞു. നാളെ 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ഒന്ന് വൈകിട്ട് ക്ലാസ്സില്ല, എനിക്കിവിടെ പരിപാടികളുണ്ട്, ഗസ്റ്റുകളുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം നാരായണ. അപ്പം നാളെ രാവിലെ കാണാം. ഹരി ഓം. നാളെ 8 മണിക്കുള്ള ക്ലാസ് ചിലപ്പോൾ ഇത്തിരി വൈകും. രാവിലെ അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രത്തിൻ്റെ പണികളുടെ രാവിലെ നേരത്തെയാണ് മുഹൂർത്തം. 6 to 7, 7:30 വരെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു 8:30 കൂടിയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് എടുക്കുക. നോക്കട്ടെ നാളെ. അപ്പോൾ 8 മണിക്ക് കണ്ടില്ലെങ്കിലും അക്ഷമരാവേണ്ട, 8:30 മണിയാവാം. ഹരി ഓം.